عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. الصلاة والسلام عليك يا رسول الله، الصلاة والسلام عليك يا حبيب الله، الصلاة والسلام عليك يا شفيع المذنبين. خذ بيدي قلت حيلتي أدركني يا درة الأنبياء يا روضة العلماء يا ملجأ الغرباء يا سيد الرسل. أنت الشفيع الذي ترجى شفاعته على الصراط إذا زلت القدم، وصاحبك فلا أنساهما أبدا. مني السلام عليكم ما جرى القلم. അഭിവന്ദരായ നമുക്കൊക്കെ നമ്മുടെ നേതൃത്വം കൂടിയായ തങ്ങൾ ഉസ്താദ്, മഹത്തുക്കളായ നമ്മുടെ ഉസ്താദുമാർ, പ്രിയപ്പെട്ട കമ്മിറ്റി ഭാരവാഹികൾ, ജ്യേഷ്ഠ അനുജ സഹോദരങ്ങൾ, ഉമ്മവെങ്ങന്മാർ, അഭിവന്ദരായ തങ്ങൾ ഉസ്താദ് ശൈഖുനയുടെ എല്ലാം ശൈഖുനയുടെ സ്മരണ പുതുക്കുന്ന ഈ മജ്‌ലിസിൽ ബഹുമാനപ്പെട്ടവർ തന്നെ വന്ന് നമുക്ക് ദുആ ചെയ്ത് അൽഹംദുലില്ലാഹ് റസൂലുള്ളാഹിന്റെ പേരക്കുട്ടികളിൽ ഒരു ജാടയും ഒന്നുമില്ലാതെ ശൈഖുനയുടെ വലിയ മുഹിബ്ബായി ഒരു മുവഫഖായ അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ പേരക്കുട്ടിയെ തന്നെ നമുക്ക് ദുആ ചെയ്തു തന്നു. ഇൻഷാ അല്ലാഹ് അല്പം ചില കാര്യങ്ങൾ ഞാനിവിടെ സൂചിപ്പിക്കും. ബഅദിന് വേണ്ടി എന്ന നിയ്യത്തിലല്ല, ശൈഖുനയുടെ പൊരുത്തം കിട്ടണം. എൻ്റെ ഓർമ്മയിൽ നേരത്തെ ഇവിടെ സ്വാഗതം പറഞ്ഞ അഭിവന്ദരായ ഉസ്താദ് ശൈഖുന മുഹീസുന്ന പൊന്മള ഉസ്താദ്, അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ, ശൈഖുനയുടെ പ്രിയപ്പെട്ട ശിഷ്യന്മാരിൽ പ്രമുഖരാണ്. അതോടുകൂടെ 50ഓളം മുതഅല്ലിമീങ്ങൾ ഇവിടെ ഉസ്താദിന്റെ അരികിൽ ദർസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചെറുപ്പക്കാരനാണെങ്കിലും ഈ പ്രായത്തിൽ അല്ലാഹു വലിയ തൗഫീഖ് കൊടുത്ത ഒരു മുവഫഖായ മുദരിസ് കൂടിയാണ്. അൽഹംദുലില്ലാഹ് ഉസ്താദുമായി അവരൊക്കെയും പഠിക്കുന്ന കാലത്ത് ശൈഖുനയുടെ കൂടെ ഈ വിനീതനായ ഞാൻ പഠിക്കുകയും അവിടെ ചാരത്തങ്ങനെ ജീവിക്കാൻ ഒരുപാട് വർഷം ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. പഠനകാലത്തും ബേക്കൽ ഉസ്താദ് ആരാണെന്നുള്ളത് ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ശൈഖുനയിൽ നിന്ന് കേൾക്കാറുണ്ട്. ബഹുമാനപ്പെട്ട ശൈഖുന പൊന്മള ഉസ്താദ്, അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ, ആയിരക്കണക്കായ പണ്ഡിത മുത്തുകളെ വാർത്തെടുത്ത ഒരു വലിയ മഹാനാണ് പൊന്മള ഉസ്താദ്. ഉസ്താദ് പറയും ആരാണ് ബേക്കൽ ഉസ്താദ്? വലിയ മുഹഖിഖായ ഒരു പണ്ഡിതരാണ്, വലിയൊരു മഹാനാണ് എന്നുള്ളത് ഞങ്ങൾ പഠിക്കുന്ന കാലത്ത്, പിന്നീട് ഞാനൊക്കെ ദർസിൽ നിന്ന കാലഘട്ടങ്ങളിലും ഉസ്താദ് പറയുന്ന പലതും കേട്ടിട്ടുണ്ട്. ആ കാലം തൊട്ട് ബേക്കൽ ഉസ്താദ് എന്ന് പറയുന്ന ആ വലിയ മഹാൻ, അവരോട് അവിടുത്തെ ദർസിൽ പല പ്രാവശ്യം വഅദിന് വന്നിട്ടുണ്ട്. ബേക്കൽ എന്ന പ്രദേശത്ത് നിങ്ങളുടെ നാട്ടുകാരാണെങ്കിലും ബേക്കൽ ഉസ്താദ് എന്ന് ലോകം പറയും, പണ്ഡിത ലോകം വിവരിക്കുന്നു. ആ മഹാപണ്ഡിത മുത്തിന് ജന്മം നൽകിയൊരു നാടാണ് ഈ രാജ്യം.
അൽഹംദുലില്ലാഹ് അല്ലാഹു അവിടുത്തെ ദറജ ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. അപ്പൊ ശൈഖുനയുടെ പൊരുത്തം കിട്ടണം, അവിടുത്തെ ചാരത്ത് വന്ന് സിയാറത്ത് ചെയ്ത് തബറുക്കിന് വേണ്ടി ദർസിലൊക്കെ ബറക്കത്ത് കിട്ടാൻ ദുആ ചെയ്യണമെന്ന ആ ഒരു നല്ല താല്പര്യത്തോടെയാണ് ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. ശൈഖുനയുടെ ശിഷ്യഗണങ്ങളാണ് ഈ ഇരിക്കുന്ന വലിയ പണ്ഡിതന്മാർ. ശൈഖുനയുടെ അരികിൽ ബേക്കൽ എന്ന ആ നാട്ടിൽ 6, 7, 10 കൊല്ലമൊക്കെ പഠിച്ച വലിയ പണ്ഡിതന്മാരായിട്ടുണ്ട്. ശൈഖുനയുടെ ശിഷ്യന്മാരെ കുറിച്ച് അങ്ങനെ എണ്ണി പറയുമ്പോൾ എത്ര വലിയ ഇവിടെ അവിടുത്തെ സ്മരണ പുതുക്കുന്ന ഒരു മജ്ലിസ് തന്നെ ബഹുമാനപ്പെട്ട ഉസ്താദുമാരുടെ സാന്നിധ്യത്തിൽ സമാപന ദിവസം ഇവിടെ ഉണ്ട്. അനുസ്മരണ പ്രഭാഷണവും ഇവിടെ ഉണ്ട് എന്ന് ഞാൻ അറിഞ്ഞപ്പോ ഉസ്താദിനെ കുറിച്ച് അല്പം പറയണമെന്ന ധാരണയൊക്കെ ഈ വിനീതനുമുണ്ട്. 30 കൊല്ലത്തിലേറെ ആയി ഉസ്താദുമായി ഇടക്കിടക്ക് ഇനി മറ്റൊരു സ്ഥലത്ത് വാതിന് വന്നാലും പോകുമ്പോ ഉസ്താദിന്റെ അരികിലൊന്ന് പോകും. എന്നിട്ട് ദർസിലൊന്ന് കയറി ഉസ്താദിനെ കൊണ്ട് ദുആ ചെയ്യിപ്പിച്ചു പോകുന്ന ഒരു ചെറിയ ഒരു പ്രവർത്തകനാണ് ഈ വിനീതൻ. അപ്പൊ ഉസ്താദിനെ കുറിച്ച് ഒരു 10-30 കൊല്ലത്തെ പരിചയമുണ്ട്, 32 കൊല്ലത്തെ പരിചയമുണ്ട്. വലിയൊരു മഹാനെന്ന് ഞങ്ങളുടെ ഉസ്താദ് പറയുമ്പോ ആ മഹാനെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കാൻ അതൊരു വലിയ സന്തോഷം തന്നെയായിരുന്നു. ഇൻഷാ അല്ലാഹ് വലിയ വലിയ പണ്ഡിത മുത്തുകൾ ശൈഖുനയുടെ സ്മരണ പുതുക്കുന്ന വേദിയിൽ വരാനുണ്ട് എന്ന് അറിഞ്ഞതുകൊണ്ട് ഞാൻ അവിടുത്തെ തബറുക്കിന്റെ ലക്ഷ്യം വെച്ച് അല്പം ചില കാര്യങ്ങൾ ഉപ്പാപ്പ തുടങ്ങി തന്നു. ഞാനിവിടെ കുറച്ച് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ശൈഖുനയുടെ അരികിൽ നിന്ന് സിയാറത്തിന് പോയപ്പോ ആ മഖാമിൽ ഞാൻ ചെല്ലുമ്പോ ചിന്തിച്ചു പോയത് നമ്മളും ഈ രാജ്യത്ത് വളരുന്നവരാണ്. അവിടുന്ന് അവിടെ കിടക്കുന്നുവെങ്കിലും ഒരു ദിവസം എത്രായിരം ഹസനാത്താണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ശിഷ്യഗണങ്ങൾ എത്ര വലിയ പണ്ഡിതന്മാരുണ്ട്. അവരുടെ ദുആ, ശിഷ്യന്മാരുടെ ദുആ അതെല്ലാം ബഹുമാനപ്പെട്ടവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുമ്പോ അവിടുത്തെ ജീവിതം ദീനിന് വേണ്ടി മാറ്റിവെച്ചു. അതുകൊണ്ട് ഇപ്പോഴും ആളുകൾ ഒഴുകുന്നു, ദുആ ചെയ്യുന്നു. ഇവിടെയില്ലെങ്കിലും ഏതെല്ലാം സ്ഥലങ്ങളിൽ അവിടുത്തെ ശിഷ്യഗണങ്ങൾ അതിലുപരി ലക്ഷക്കണക്കായ പണ്ഡിത മുത്തുകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 40 അംഗങ്ങളിലെ പ്രമുഖരാണ് ബഹുമാനപ്പെട്ടവർ. 10,000 വരുന്ന പണ്ഡിതന്മാരിൽ കടഞ്ഞെടുത്ത 40 പേരിലെ പ്രധാനിയാണ് ബഹുമാനപ്പെട്ട ശൈഖുന. ആലിമീങ്ങളുടെ അതുപോലെ തന്നെ മുതഅല്ലിമീങ്ങളുടെ എല്ലാം ദുആ അവിടത്തേക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നാട്ടുകാരായ നിങ്ങളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് അവിടുത്തെ ജീവിതത്തിൽ നിന്ന് ചിലത് നമുക്ക് പഠിക്കാനുണ്ട്. നമ്മൾ സാധുക്കളാണ്, നമ്മൾ പാപങ്ങളാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം മഹാന്മാരുടെ ഒരു പൊരുത്തവും ഒരു തണലും അത് ലഭിക്കാൻ നമുക്ക് കഴിയുക എന്നുള്ളത് അത് തന്നെയാണ് അനുഗ്രഹം. അല്ലാഹു നമുക്ക് നൽകുന്ന തൗഫീഖും അത് തന്നെയാണ്. ഈ മഹാന്മാർ അവർക്ക് ഭക്ഷണം കൊടുത്ത ഉമ്മമാരുണ്ട്. ബേക്കൽ ഉസ്താദ് എന്ന ആ വലിയ മഹാന് ചോറ് കൊടുത്ത ഉമ്മമാരുണ്ട്. അവരെത്ര ഭാഗ്യവതികളാണ്. അവർക്ക് ഭക്ഷണം കൊടുത്ത, അവരെ സ്നേഹിച്ച, അവരെ സഹായിച്ച ഒരുപാട് ആളുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു ആരാണ് മഹത്തുക്കൾ, ആരാണ് പണ്ഡിത മുത്തുകൾ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ചില ആശയങ്ങളുണ്ട്. ഫീ കുല്ലി യൗമിൻ വലൈലത്തിൻ അൽഫു റഹ്മ. ഓരോ ദിവസവും 1000 അനുഗ്രഹങ്ങൾ അല്ലാഹു തആല അവന്റെ അടിമകളിലേക്ക് ചൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് വിവരിച്ചു കൊടുക്കുകയാണ്, അല്ലയോ സ്വഹാബികളെ,
999 റഹ്മ, 999 റഹ്മത്തും ലിൽ ഉലമാഇ വ ത്വാലിബിൽ ഇൽമി, ദീൻ പഠിപ്പിക്കുന്ന ഉലമാക്കൾക്കും ദീൻ പഠിക്കുന്ന എന്റെ മുന്നിലുള്ള പൊന്നുമക്കൾ മുതഅല്ലിമീങ്ങളായി മക്കൾക്കും. കാലഘട്ടത്തിനനുസരിച്ച് പോരായ്മകൾ ഉണ്ടാവും. റസൂലുള്ള തുടക്കം കുറിച്ച ദർസിന്റെ മക്കളാണിത്. ഇവിടെ 50ഓളം വരുന്ന മുതഅല്ലിമീങ്ങൾ, അവർക്ക് ഞാൻ ഉസ്താദിനോട് ചോദിച്ചു, അവരുടെ ഭക്ഷണമോ എല്ലാം ഈ നാട്ടുകാരാ കൊടുക്കുന്നത്. അല്ലാഹു ഈ മക്കൾ ഭക്ഷണം കഴിക്കുന്ന, ഈ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ആ ഉമ്മമാർക്ക്, പിതാക്കൾക്ക് അല്ലാഹു സ്വർഗം കൊടുക്കുമാറാവട്ടെ. അവിടെ വീടുകൾ അല്ലാഹു ബറക്കത്ത് ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. ഐശ്വര്യം അല്ലാഹു കൊടുക്കുമാറാവട്ടെ. മലീമസമായി കൊണ്ടിരിക്കുന്ന ചുറ്റുപാടിൽ വലിയ വലിയ ദർസുകൾ ഉണ്ടായിരുന്ന മഹല്ലുകൾ പല പ്രശ്നങ്ങളുമായി, ഫിത്നകളുമായി എത്രയോ ദർസുകൾ അസ്തമിച്ചു. പക്ഷേ ഇവിടെ നമ്മുടെ മഹല്ല് ഭദ്രമാണ്. ഈ മഹല്ലിന്റെ കടിഞ്ഞാൻ പിടിക്കുന്ന കമ്മിറ്റി ഭാരവാഹികൾ, അത് തലപ്പത്തിരിക്കുന്നത് ശൈഖുനയുടെ മകൻ തന്നെയാണ്, ജലീൽ സാഹിബാണ്. അൽഹംദുലില്ലാഹ്. അതിന്റെ കാര്യദർശി, മഹല്ലിന്റെ കാര്യദർശി, SSFന്റെ മുൻ സംസ്ഥാന കർണാടക സംസ്ഥാന കാര്യദർശി കൂടിയായ ബഹുമാനപ്പെട്ട ഇസ്മായിൽ സാഹിബുമാണ്. ഒരു നല്ല ഉത്തരവാദിത്വ ബോധമുള്ള ഒരു നേതൃത്വം ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ 10-50ഓളം വരുന്ന മുതഅല്ലിമീങ്ങളെ ഇവിടെ വളർത്തുന്നുണ്ട് ഈ കമ്മിറ്റി ഭാരവാഹികൾ. നാട്ടുകാർ ഭക്ഷണം കൊടുത്ത് അവരുടെ സഹായത്തോടുകൂടെ 999 അനുഗ്രഹങ്ങളും ലിൽ ഉലമാഇ വ ത്വാലിബിൽ ഇൽമി, ദീൻ പഠിപ്പിക്കുന്ന ആലിമീങ്ങൾ, മഹാന്മാരായ നമ്മുടെ മദ്രസയിലെ സദർ ഉസ്താദ് അടക്കം മറ്റു ഉസ്താദുമാരൊക്കെ ഈ വേദിയിലുണ്ട്. ആ പണ്ഡിത മുത്തുകൾ അവർ ദീൻ പഠിപ്പിക്കുന്നവരാണ്. അവർക്കാണ് 999 അനുഗ്രഹങ്ങൾ. മാത്രമല്ല വ ത്വാലിബിൽ ഇൽമി, ഇൽമു പഠിക്കുന്ന കുട്ടികളും. വറഹ്മത്തുൽ വാഹിദ, ഒരു അനുഗ്രഹം ലിസായിരിൻ നാസ്, 1000 അനുഗ്രഹങ്ങൾ ഓരോ ദിവസത്തിലും ഖാലിഖായ റബ്ബ് ഈ ഭൂമിയിലേക്ക് ചൊരിക്കുന്നുവെങ്കിൽ ഒരു അനുഗ്രഹമാണ്, ഒരു റഹ്മത്താണ് മറ്റുള്ള മനുഷ്യർക്ക് അല്ലാഹു തആല കൊടുക്കുന്നത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ ഈ മേഖല ഇത് ചില്ലറ മേഖലയല്ല. സഅലൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ ചോദിച്ചു ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിക്കുന്നു, അൻ സാഹിബിൽ ഇൽം, ഇൽമിന്റെ അഹിലുകാരാരാണ്? 4ാമത്തെ ആണ്ട് കടിക്കുന്ന ഈ മഹത്തായ മജ്ലിസിൽ അഭിവന്ദരായ ശൈഖുനെ പോലെയുള്ള ഉലമാക്കൾ, അതുപോലെയുള്ള മഹത്തുക്കൾ അവരാരാണ് എന്ന് ചോദിക്കപ്പെടുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞൊരു മറുപടിയുണ്ട്. ഫഖാൽ യാ റസൂലല്ലാഹ്, നബിയേ, അങ്ങയുടെ ഉമ്മത്തിലുള്ള ആലിമീങ്ങൾ എന്ന് പറയുന്നത് ഹുവ സിറാജു ഉമ്മത്തിക, അങ്ങയുടെ ഉമ്മത്തിലെ വിളക്ക് മാടങ്ങളാണ്, അങ്ങയുടെ സമുദായത്തിലെ വിളക്കുകളാണ്. ഫിദ്ദുനിയാ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, അല്ലയോ സ്വഹാബത്തെ, തൂബാ ലിമൻ അറഫഹും വ അഹബ്ബഹും, ആലിമീങ്ങളെ, മുതഅല്ലിമീങ്ങളെ അറിഞ്ഞ് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവർക്കാണ് സന്തോഷമുള്ളത്. വഅഹബ്ബഹും, അവരെ മഹബ്ബത്ത് വെക്കുന്നവർക്കും. വൽ വൈലു ലിമൻ അൻകറ മഅരിഫതഹും വഅബ്ഗളഹും, ഏതെങ്കിലും ഒരു മദ്രസയിൽ പഠിപ്പിക്കുന്ന ഒരു ഉസ്താദാണെങ്കിലും, ഞാൻ വ്യക്തികളിലേക്ക് പോകുന്നില്ല, കാലഘട്ടം അതിനനുസരിച്ചുള്ള ഏറ്റ വ്യത്യാസം ഉണ്ടാകും. പക്ഷേ റസൂലുള്ളാഹി തുടക്കം കുറിച്ച ദർസിന്റെ മക്കളാണ്. ഈ പരമ്പര എങ്ങാനും പിതാക്കളെ ഇല്ലായിരുന്നുവെങ്കിൽ ഒരു കല്യാണ മജ്ലിസ്, മകളുടെ കല്യാണം, ഒരു ഉംറ, ഹജ്ജ് തുടങ്ങി ഏത് മേഖലയിലേക്ക് പോകുന്നുവെങ്കിലും അവിടെ തടസ്സങ്ങൾ ഉണ്ടാവും. ഈ മേഖലയിലുള്ളവരെങ്ങാനും നഷ്ടപ്പെട്ടു പോയാൽ, അവരോടെങ്ങാനും ഒരു ചെറിയ വെറുപ്പ് പ്രകടിപ്പിക്കുന്നവരുണ്ടെങ്കിൽ
അൻകറ മഅരിഫതഹും വഅബ്ഗളഹും, അവരുടെ മഹത്വം അറിയാതെ അവരോട് ഈർഷ്യത, ദേഷ്യം കാണിക്കുന്ന, വെറുപ്പ് കാണിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കാണ് വൽ വൈരു അദാബ്, വൈരി എന്ന അദാബ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വിവരിച്ചു കൊടുക്കുന്നുവെങ്കിൽ ആ ഉലമാക്കളുടെ പരമ്പരയിലെ ഒരു വലിയ മഹാന്റെ സ്മരണ പുതുക്കുന്ന മജ്ലിസാണ്. ഇതൊരു തബറുക്കിന്റെ മജ്ലിസാണ്. ഞാൻ ആമുഖത്തിൽ അതങ്ങ് സന്തോഷം കൊണ്ട് പറഞ്ഞു പോയതാണ്. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅല്ലിമീൻ. കണ്ടോ റസൂലുള്ളാഹിന്റെ ദുആ, അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅല്ലിമീൻ. ഇൽമു പഠിപ്പിക്കുന്ന, അതൊരു മദ്രസയിലെ ഉസ്താദാണെങ്കിലും ദീന് പഠിപ്പിക്കുന്ന ആലിമീങ്ങൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. വബാരിക് ലഹും, അവർക്ക് നീ ബറക്കത്ത് ചെയ്യണം. ഫീ അബ്ദാനിഹിം വഅതുൽ അഅ്മാറഹും. അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ ദുആയാണ്. അല്ലാഹു തആല തങ്ങൾ പാപ്പാക്ക് ആഫിയത്ത് കൊടുക്കട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. അവിടുന്ന് നമുക്ക് ദുആ ചെയ്തെന്ന് പോവുകയാണ്. ബഹുമാനപ്പെട്ടവർക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാവട്ടെ. ആ പൊരുത്തത്തോടെ നമുക്ക് ചിലത് പറയാം. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅല്ലിമീൻ. ദീന് പഠിപ്പിക്കുന്ന ആലിമീങ്ങൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ആരാണ് നാട്ടുകാരെ? അഷ്റഫുൽ ഖൽഖ് തങ്ങൾ ചെയ്ത ദുആയാണിത്. ദീന് പഠിപ്പിക്കുന്ന പള്ളിയിലെ ഉസ്താദ്, മദ്രസയിലെ ഉസ്താദ്, അതുപോലെ ഈ പൊന്നുമക്കൾക്ക് ദർസ് നടത്തുന്ന മഹത്തുക്കളായ മുദരിസുമാരായ മഹാന്മാരായ പണ്ഡിതന്മാർ, ഈ പണ്ഡിതന്മാർക്ക്, ഉസ്താദുമാർക്ക്, ആലിമീങ്ങൾക്ക് നീ പുറത്തു കൊടുക്കണം. വബാരിക് ലഹും, അവർക്ക് നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. റസൂലുള്ളാഹിന്റെ ദുആയാണ്. 1.5 ലക്ഷം മാസത്തിൽ ശമ്പളം പറ്റുന്ന വ്യക്തിയാണെങ്കിലും അവരുടെ വീട്ടിലില്ലാത്ത അനുഗ്രഹങ്ങൾ അല്ലാഹു തആല ഈ പണ്ഡിത മുത്തുകൾക്ക് നൽകുന്നതാണ്. അവര് കഴിക്കാത്ത ഭക്ഷണം, അവർക്ക് ലഭിക്കാത്ത ഭക്ഷണം, 3 നേരവും 1.5 ലക്ഷം ശമ്പളം പറ്റുന്ന ആളുകൾക്ക് ലഭിക്കാത്ത ഭക്ഷണം, ചിലപ്പോൾ ചെറിയ ശമ്പളം പറ്റുന്ന മദ്രസയിലെ ഉസ്താദുമാര് വരെ, ആ ഉസ്താദുമാര് വരെ അവരെക്കാളും നല്ല ഭക്ഷണം കഴിക്കും. കാരണം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ ദുആയുണ്ട്. അല്ലാഹുമ്മ ബാരിക് ലഹും, അവർക്ക് നീ ബറക്കത്ത് ചെയ്യണം. ഫീ അബ്ദാനിഹിം, അവരുടെ ജീവിതത്തിൽ, അവിടുത്തെ ശരീരത്തിൽ, അവരുടെ ശരീരത്തിൽ നീ ബറക്കത്ത് നൽകണം. വഅതിൽ അഅ്മാറഹും, ഇത് റസൂലുള്ളാഹിന്റെ ദുആയാണ്. എവിടെ നോക്കിയാലും അറിയാം, ഏത് നാട്ടിൽ ചെന്ന് നോക്കിയാലും അത് അല്ലാഹു തആല കൊടുക്കുന്ന ഒരു ഹൈബത്താണ്. അല്ലാഹു തആല ആലിമീങ്ങളെ കുറിച്ച് മറ്റുള്ള ഹാജിമാരുടെ, ഉമ്മമാരുടെ, നല്ല നല്ല മുഹബ്ബീങ്ങളായ ആളുകളുടെ ഖൽബിൽ ഒരു പ്രത്യേക മഹബ്ബത്ത് കൊടുക്കും. 2 ലക്ഷം മുടക്കുന്ന ആള് മാസത്തിൽ ലഭിക്കുന്ന, പോകട്ടെ മാസത്തിൽ 5ഉം 10 ലക്ഷം ബിസിനസ് നടത്തുന്ന ആളുകൾ, അവരും കഴിക്കാത്ത നല്ല ഭക്ഷണം ഈ തലപ്പാവ് വെച്ച ദീനിന്റെ ഖാദിമീങ്ങൾക്ക് അല്ലാഹു കൊടുക്കും. അതിന് പല വഴികളും അല്ലാഹു കാണിച്ചു കൊടുക്കും. അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ ദുആയുടെ ഒരു ഭാഗമാണ് ഞാനൊന്ന് സൂചിപ്പിക്കുന്നെങ്കിൽ, അൽഹംദുലില്ലാഹ്, ഈ മഹത്തായ മജ്ലിസ്, ഈ മഹത്തായ വേദി ഉലമാഇനെ സ്മരിക്കുന്ന വേദിയാണ്. ആലിമീങ്ങളെ സ്മരിക്കുന്ന ഒരു മജ്ലിസാണ്. ഫദ്ലുൽ ആലിം, ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു അവിടുന്ന് ഈ ഉമ്മത്തിനെ പഠിപ്പിച്ച, ഈ ഉമ്മത്തിന്റെ മുന്നിൽ സമർപ്പിച്ച ഒരു ഹദീസുണ്ട്. ഫദ്ലുൽ ആലിമി അലൽ ആബിദി കഫദ്ലി അലാ അദ്നാകും. റസൂലുള്ളാഹി പറഞ്ഞ ഒരു ഹദീസാണ്. ജ്യേഷ്ഠാനുജന്മാരെ, ഇഖ്തഇ ലിസാനക അൻ ഹമലത്തുൽ ഖുർആൻ وطلاب العلم كي لا يمزقك كلاب النار. അല്ലയോ മുസൽമാൻ, ഈമാനുള്ള ഉമ്മമാരെ, ധാരാളം ആളുകൾ മഹബ്ബത്ത് വെക്കുന്ന ഒരു പരമ്പരയാണ് ഇതെങ്കിൽ അറിയാത്ത പല ആളുകളും ചിലപ്പോൾ ഉസ്താദുമാരുടെ മാംസം കഴിക്കുന്നവരുണ്ട്. മുതഅല്ലിമീങ്ങളെ
വല്ലാതെ പുച്ഛിക്കുന്നവരുണ്ട്. മുതഅല്ലിമിന്റെ കുറ്റും കുറവും കാണുന്ന നമ്മുടെ കുട്ടികളാണ്, നമ്മുടെ മക്കളാണ്. നമ്മുടെ സ്വന്തം മക്കളെ പോലും രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ ജമാഅത്തിന് സുബ്ഹി ജമാഅത്തിന് കൊണ്ടുവരാൻ സാധിക്കുന്നില്ലല്ലോ റബ്ബേ. എത്ര മുതഅല്ലിമീങ്ങളെയാണ് ഇവിടെ തന്നെ 50ഓളം വരുന്ന കുട്ടികളെ ഉസ്താദ് സുബ്ഹിക്ക് എഴുന്നേൽപ്പിച്ച് ഈ മുഴുവൻ കുട്ടികളും ജമാഅത്തായി സുബ്ഹി നിസ്കരിക്കുമ്പോ, പടച്ചവനെ എനിക്ക് 2 കുട്ടികളെ ഉള്ളൂ, ഒരു മോനെ പോലും എനിക്ക് പള്ളിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നില്ലല്ലോ. ഇത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഇവിടെയാണ് ഫദ്ലുൽ ആലിം, ഒരു പണ്ഡിതന്റെ പവർ അലൽ ആബിദി, ഒരു ആബിദിനേക്കാൾ യുസല്ലി കുല്ല യൗമിൻ വലൈലത്തിൽ അൽഫ റക്അ, ഒരു ദിവസം 1000 റക്അത്ത് വീതം നിസ്കരിക്കുന്ന ഒരു ആബിദിനേക്കാൾ കഫദ്ലി അലാ അദ്നാകും, ഞാനും ഈ ഉമ്മത്തിലുള്ള ഈ സ്വഹാബത്ത് വിവരിച്ചു, മുഹദ്ദിസീങ്ങൾ വിവരിച്ചു, അന്ന നിസ്ബത ശറഫിൽ ആലിം, ഒരു പണ്ഡിതന്റെ മഹത്വം ഇലാ ശറഫിൽ ആബിദ്, ഒരു ആബിദ് കൊണ്ട് നോക്കുമ്പോൾ ആ ബന്ധം കനിസ്ബത്തി ശറഫിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ അദ്ന സ്വഹാബ അവിൽ ഉമ്മ, ഉമ്മത്തിലെ ഏറ്റവും പാവപ്പെട്ടവരും നബിത്തങ്ങളും എങ്ങനെയാണ്, ഇതുപോലെയാണ് ഒരു ആലിമും ആബിദും എന്ന് അഷ്റഫുൽ ഖൽഖ് തങ്ങൾ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ, അതുകൊണ്ടാണ് ലഫഖീഹുൽ വാഹിദുൻ, ഒരൊറ്റ പണ്ഡിതൻ അശദ്ദു അല ശൈത്താൻ മിൻ അൽഫി ആബിദ്, 1000 ആബിദിനേക്കാളും ഏറ്റവും വലിയ കടുപ്പമുള്ളതാണ് ശൈത്താനെ കൊണ്ട് നോക്കുമ്പോൾ ഒരു പണ്ഡിതൻ. 1000 ആബിദ് യുസല്ലി കുല്ല യൗമിൻ വലൈലത്തിൽ അൽഫ റക്അ, 1000 റക്അത്ത് വീതം നിസ്കരിക്കുന്ന ആബിദീങ്ങൾ ഒരു നാട്ടിൽ, ഒരു സമൂഹത്തിൽ 1000 ആബിദുണ്ട് എങ്കിൽ അവരെക്കാളും ശൈത്താനിന് ഏറ്റവും ശിദ്ദത്തുള്ളത് ഒരു ഫഖീഹാണ്, ഒരു പണ്ഡിതനാണ്. ഇത് പഠിപ്പിച്ച ദീനിന്റെ മക്കളാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ആ ആലിമീങ്ങൾക്ക്, മുതഅല്ലിമീങ്ങൾക്ക് ഇന്നല്ലാഹ വമലായികതഹു വഅഹ്ലസ് സമാവാത്, തീർച്ചയായും അല്ലാഹു തആല എന്റെ ശബ്ദം കേൾക്കുന്ന പിതാക്കളോട് ഞാൻ ആമുഖത്തിൽ തന്നെ 2 വാക്ക് ശൈഖുനയുടെ മഹത്വമൊന്ന് സ്വാഭാവികമായും തിരിയാൽ മനസ്സിലൊന്ന് കുത്തിവെക്കാൻ വേണ്ടി ഞാനൊന്ന് പറഞ്ഞു പോയതാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഇന്നല്ലാഹ വമലായികതഹു, തീർച്ചയായും അല്ലാഹുവും അവന്റെ മലായികത്തും വഅഹ്ലസ് സമാവാത്, ആകാശലോകത്തുള്ള അല്ലാഹു തആല പടച്ച സൃഷ്ടികൾ, ആകാശലോകത്തുള്ളവർ, വൽ അർളി ഭൂമിയിലുള്ളവർ, ഹത്തൻ നംല, നമ്മുടെ വീടിന്റെ അരികിലൂടെ അരിച്ചുകൊണ്ടിരിക്കുന്ന കോടാനക്കോടി വരുന്ന ഉറുമ്പുകൾ വരെ, വഹത്തൽ ഹൂത്, സമുദ്രത്തിലുള്ള മത്സ്യങ്ങൾ തൊട്ട്, ലയുസല്ലൂന അലാ മുഅല്ലിമിൻ നാസ്, ലയുസല്ലൂന അലാ മുഅല്ലിമിൻ നാസ്, ജനങ്ങൾക്ക്, മനുഷ്യർക്ക് ദീന് പഠിപ്പിക്കുന്ന, ഇൽമു പഠിപ്പിക്കുന്ന ആളുകളുടെ മേൽ അവർ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി ഇത് തർക്കമില്ല, റസൂലുള്ളാഹി പഠിപ്പിച്ചതാണ്. എന്താണെങ്കിലും ഒരു കാവൽ അല്ലാഹു തആല അവർക്ക് കൊടുക്കും. ലയുസല്ലൂന അലാ മുഅല്ലിമിൻ നാസ് അൽ ഖൈറ, സമൂഹത്തിന് നന്മ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുടെ മേൽ, ആലിമീങ്ങളുടെ മേൽ, ആകാശലോകത്തുള്ള വസ്തുക്കൾ, ഭൂമിയിലെ മനുഷ്യരും അല്ലാഹു പടച്ചവന്റെ കോടാനക്കോടി വരുന്ന സൃഷ്ടികൾ എല്ലാവരും അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുന്നു, ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതാണ് പിതാക്കളെ ആലിമീങ്ങൾ. പറയുമ്പോ ഞാൻ ആമുഖത്തിൽ പറഞ്ഞു പാവങ്ങളാണ്. കാലഘട്ടത്തിനനുസരിച്ച് ഏറ്റ വ്യത്യാസമൊക്കെ ഉണ്ടാവും. പക്ഷേ ഇത് റസൂലുള്ളാഹി മദീനയിൽ തുടക്കം കുറിച്ച ദർസിന്റെ പരമ്പരയാണ്. ഈ പരമ്പര എന്നും അവിടുത്തെ ഒരു കാവൽ, അവിടുത്തെ ഒരു തണൽ
ഈ മഹത്തുക്കൾക്ക് ഈ ഉമ്മത്തിന് അല്ലാഹു കൊടുക്കും. അത് മഹാന്മാർ പഠിപ്പിച്ചതുമാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് ഓതിപ്പടിച്ച സ്വഹാബികൾ സയ്യിദുനാ അബൂദർ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുമാ ഖാലാ. ഞാൻ ഈ ഭാഗം അല്പമെന്ന് പറഞ്ഞെന്ന് മാത്രം നിങ്ങളിലേക്ക് ഇറങ്ങി വരികയാണ്. എന്റെ ഉമ്മമാരിലേക്ക് ഇറങ്ങി വന്ന് എനിക്ക് ചിലത് സംസാരിക്കാനുണ്ട്. ബറക്കത്തിന് വേണ്ടിയാണ് ഞാനിത് ആമുഖത്തിൽ പറഞ്ഞു പോയത്. ഈ രണ്ട് സ്വഹാബികൾ പറയുന്നു, ബാബുൽ നതഅല്ലമുഹു മിനൽ ഇൽമി അഹബ്ബു ഇലൈനാ. സ്വഹാബത്ത് പറയുന്നു, മാതാപിതാക്കളെ, നമ്മുടെ കുട്ടികളിൽ, പേരക്കുട്ടികളിൽ ഒരു കുട്ടി ദീന് പഠിക്കുന്നുണ്ടോ? ഒരു മുതഅല്ലിം നമുക്കുണ്ടോ? ഒരു മുതഅല്ലിം നമ്മുടെ വീട്ടിലുണ്ടോ? അൽഹംദുലില്ലാഹ്. ഞാൻ അവരോടൊന്ന് പറയുന്നു, നമ്മുടെ പേരക്കുട്ടികളിൽ, നമ്മുടെ മക്കളിൽ ദീന് പഠിക്കുന്നൊരു മുതഅല്ലിമുണ്ട് എങ്കിൽ ആ മുതഅല്ലിമിന്റെ ഉപ്പയോട്, ആ മുതഅല്ലിമിന്റെ ഉമ്മയോട് ഒരു വാക്ക് പറയട്ടെ, മഹത്തുക്കളെ ഇരുത്തിയിട്ട്. ബാബുൽ നതഅല്ലമുഹു മിനൽ ഇൽമി അഹബ്ബു ഇലൈനാ. അല്ലാഹുവിന്റെ ദീനിൽ നിന്ന് ഒരു ബാബ് പഠിക്കുക എന്നുള്ളത് അത് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഇഷ്ടമായിരുന്നു. എന്റെ മുതഅല്ലിമീങ്ങളോട്, ദീന് പഠിക്കുന്ന മക്കളോട് ഓർമ്മപ്പെടുത്തുന്നു, അല്ലയോ മുതഅല്ലിമീങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബിന്റെ അരികിൽ പഠിച്ചിരുന്ന അന്നത്തെ മുതഅല്ലിമീങ്ങളുടെ വാക്കുകളാണ്. അവർ വലിയ മഹാന്മാരാണ്, സ്വഹാബികളാണ്. ബാബുൻ നതഅല്ലമുഹു മിനൽ ഇൽമി അഹബ്ബു ഇലൈനാ. ഈ മദീന പള്ളിയിൽ ഇരുന്ന് അല്പം ദീന് പഠിക്കുക എന്നുള്ളത്, ഇൽമ് പഠിക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ്. മിൻ അൽഫി റകഅത്ത് തതവ്വുഅ. 1000 റകഅത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാളും ഞങ്ങൾ ഈ മൂലയിലിരുന്ന് അല്പം പഠിക്കുന്നതാണ് ഞങ്ങൾക്ക് ഏറ്റവും മഹബ്ബത്തുള്ളത്. വബാബും മിനൽ ഇൽമി നുഅല്ലിമുഹു. എന്നിട്ട് അബൂ ഹുറൈറ തങ്ങൾ പറയുന്നു, അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയുന്നു, അല്പം ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരവസ്ഥ. വബാബുൽ, ഒരു ബാബ്, അല്പം നുഅല്ലിമുഹു, ഞങ്ങൾ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് അഹബ്ബു ഇലൈനാ, ഞങ്ങൾക്ക് ഏറ്റവും മഹബ്ബത്തുള്ളതാണ്. മിൻ മിഅത്തി റകഅ, 100 റകഅത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ ഒരു ഇൽമു പഠിക്കൽ 1000 റകഅത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാളും ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു ഇൽമു പഠിപ്പിക്കലോ 100 റകഅത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാളും ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണിത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ പഠിച്ചുപോയ അന്നത്തെ മുതഅല്ലിമീങ്ങൾ ഇൽമു പഠിക്കാനുള്ള ആവേശം കൊണ്ട്, അതുകൊണ്ടാണ് നാട്ടുകാരെ ഖിയാമത്ത് നാൾ വരെ ഈ പരമ്പരകൾ നിലനിൽക്കും. എന്തൊക്കെ ഏതൊക്കെ രൂപത്തിൽ വന്നാൽ, എന്തൊക്കെ പറഞ്ഞു പോയാലും ചിലപ്പോൾ വല്ലാതെ പറഞ്ഞു പോകും, വിവരമില്ലാത്തത് കൊണ്ട്. പക്ഷേ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലയോ മുസ്ലിമീങ്ങളെ, ഇഖ്തഇ ലിസാനക, നിങ്ങളുടെ നാവ് നിങ്ങൾ സൂക്ഷിക്കുന്നത് നല്ലതാണ്. അൻ ഹമലത്തുൽ ഖുർആൻ, ഖുർആൻ പഠിപ്പിക്കുന്ന, ദീൻ പഠിപ്പിക്കുന്ന ഒരു മദ്രസയിലെ ഉസ്താദാണെങ്കിലും ആ മദ്രസയിലെ ഉസ്താദിന്റെയും മാംസം കഴിക്കാൻ നിങ്ങൾ സൂക്ഷിക്കുകയാണ് നല്ലത്. നിങ്ങളുടെ നാവിന് നിങ്ങൾ അടക്കം വെക്കുകയാണ് നല്ലത്. എന്തിനോ തുല്ലാബിൽ ഇൽമി,
ദീൻ പഠിക്കുന്ന മുതഅല്ലിമീങ്ങളെ കുറിച്ചും അപകടമാണ്. നരകത്തിൽ അല്ലാഹു തആല ഒരു പറ്റം നായകളെ പടച്ചിട്ടുണ്ട്. എന്തിനാണ് ദീൻ പഠിക്കുന്ന കുട്ടികളെ, ദീൻ പഠിപ്പിക്കുന്ന ആലിമീങ്ങളെ, അവരുടെ മാംസം കടിക്കുന്ന ആളുകളെ കൊത്തിവലിക്കാൻ വേണ്ടി ഒരു പറ്റം നായകളെ അല്ലാഹു തആല പടച്ചു വെച്ചിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികൾക്ക് വിവരിച്ചു കൊടുക്കുന്നുവെങ്കിൽ ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞു പോയത്? അല്പമൊന്ന് ശൈഖുനയുടെ പൊരുത്തം കിട്ടാൻ, ശൈഖുനയുടെ മദദ് ലഭിക്കാൻ വേണ്ടി ഞാൻ അല്പമൊന്ന് ഈ മജ്ലിസിൽ പറഞ്ഞു പോയതാണ്. പ്രിയപ്പെട്ട നാട്ടുകാരോട്, എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മപെങ്ങന്മാരോട്, മലീമസമായ ചുറ്റുപാടിൽ ഈ പരമ്പര ഇല്ല എങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. എന്താണ്, എവിടെയാണ്? നിങ്ങൾക്കറിയോ, ഞാൻ കഴിഞ്ഞ വർഷം ഇവിടെ വന്നത് ഓർക്കുന്നുണ്ട്. 3-4 മാസം മുമ്പ് ഇതേ സ്ഥലത്ത് SSFന്റെ മക്കൾ, SSFന്റെ പൊന്നുമക്കൾ, SSFന്റെ കുട്ടികൾക്ക് അർശിന്റെ തണലുണ്ട് എന്ന് വടകര ഉപ്പാപ്പ പറഞ്ഞുവെങ്കിൽ എന്താണ് കാരണം? വളരെ മലീമസമായ ചുറ്റുപാടിൽ പുതിയാപ്പിള ഇറങ്ങുന്ന ആ ദിവസം പുതിയാപ്പിളയുടെ തലയിലേക്ക് ചളിവെള്ളം ഒടിച്ചിരുന്ന ഒരു ഘട്ടമാണ് എങ്കിൽ ഇപ്പോഴുള്ളത്. പാട്ടയിൽ മൂത്രമടിച്ചിട്ട് പുതിയാപ്പിള തലയിലേക്ക് ഒടുക്കുന്ന ഈ ഉമ്മത്തിലെ ആളുകൾ, ഈ ഉമ്മത്തിലെ കുട്ടികളെ കാണുമ്പോൾ വേദനാജനകമായ രംഗമല്ലേ സഹോദരങ്ങളെ? ഒരു പേടിയുമില്ല, ഒരു വിഷയവുമില്ല. ഇന്ന മിൻ അശ്റാത്തി സ്സാഅ അയ്യുർഫഅൽ ഇൽമു വയക്സുറൽ ജഹ്ലു വയക്സുറൽ സിനാ വയഖല്ലർ റിജാൽ വയക്സുറൻ നിസാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അന്ത്യനാളിന്റെ പ്രധാനപ്പെട്ട അടയാളങ്ങൾ, അന്ത്യനാളിന്റെ പ്രധാനപ്പെട്ട അടയാളങ്ങൾ, ഇന്ന മിൻ അശ്റാത്തി സ്സാഅ അയ്യുർഫഅൽ ഇൽമു, ഇൽമു പഠിക്കാനും പഠിപ്പിക്കാനും താൽപര്യം കുറവാണ്, ദീൻ പഠിപ്പിക്കാൻ. എന്റെ മോൻ 40 ലക്ഷം മുടക്കിയാണെങ്കിലും അവൻ ഇന്നത് പഠിക്കുന്നു അഭിമാനത്തോടെ പറയുന്ന, 5 വഖത്ത് നിസ്കരിക്കാൻ പള്ളിയിൽ വരുന്ന ആളുകൾ പോലും എന്റെ മോൻ കോളേജിൽ പോകുന്നുണ്ട്, എന്റെ മകൾ കോളേജിൽ പോകുന്നുണ്ടെന്ന് പറയാൻ അഭിമാനമുണ്ട്. എന്റെ മകൻ ഒരു മുതഅല്ലിമാണെന്ന് പറയാൻ, എന്റെ കുട്ടി, എന്റെ പേരക്കിടാവ് ഒരു മുതഅല്ലിമാണെന്ന് പറയാൻ അഭിമാനിക്കാത്തവരുമുണ്ട്. ഇത് മലീമസമായ ഒരു ചുറ്റുപാടിലെ അവസ്ഥകളാണ് പറയുന്നത്. ഇന്ന മിൻ അശ്റാത്തി സ്സാഅ, അന്ത്യദിനത്തിന്റെ അടയാളങ്ങൾ പ്രധാനപ്പെട്ട ഒന്ന് റസൂലുള്ളാഹി പറഞ്ഞത് അയ്യുർഫഅൽ ഇൽമു, ഇൽമു പഠിക്കാനും പഠിപ്പിക്കാനും ദുർസ് പ്രോത്സാഹിപ്പിക്കാനും അതിനു വേണ്ടി സഹായിക്കാൻ ആളുകൾ കുറവായി വരും. നാടുകൾ കാണുന്ന ഒരു യാഥാർത്ഥ്യമാണിത്. വയക്സുറൽ ജഹ്ലു, വിവരമില്ലായ്മ അധികരിക്കും. എല്ലാവർക്കും തോന്നും ഞാൻ വിവരമുള്ളവരാണ്, എല്ലാവരും വാട്സപ്പ് ലോകമാണ്, ഫത്വ ഇറക്കാൻ തയ്യാറാണ്, മസ്അല പറയാൻ റെഡിയാണ്, ഒരു ഉസ്താദും വേണ്ട. സാധാരണ ഒരു സാധാരണക്കാരനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴേക്ക് ഒരു മസ്അലയുടെ പ്രശ്നം വന്നാൽ ഉസ്താദ് പറയുന്നതിന് മുമ്പ് എടുത്തു ചാടി പറയാൻ ഇന്ന് കുറെ ആളുകളുണ്ട്. നോക്കൂ നിങ്ങൾ, കാരണം അവർ ചിലപ്പോൾ വാട്സപ്പ് തുറന്നാൽ അവർ കേൾക്കുന്ന മസ്അല കൊടുക്കുകയാണ്, ഫത്വ കൊടുക്കുകയാണ്. സാധാരണക്കാരിൽ സാധാരണക്കാർ, കാരണം കൈവശമുണ്ട്, വിവരമുണ്ട് എന്ന ധാരണ, പക്ഷെ ഒന്നുമില്ല. വയക്സുറൽ ജഹ്ലു, വിവരമില്ലായ്മ അധികരിക്കും. വയക്സുറൽ സിനാ, വ്യഭിചാരം അധികരിക്കുന്ന അവസ്ഥകൾ യാതൊരുവിധ പ്രശ്നവുമില്ലാതെ. വയക്സുറൽ സിനാ വയഖല്ലർ റിജാൽ വയക്സുറൻ നിസാ, എവിടെ നോക്കിയാലും സ്ത്രീകൾ, പുരുഷന്മാർ എവിടെ നോക്കിയാലും കാണാൻ കുറവുമാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. അഷ്റഫുൽ ഖൽഖ് തങ്ങൾ മറ്റൊരു ഹദീസിലൂടെ പറഞ്ഞു, ഇദത്തുഖിദൽ ഫൈഉ ദിവലാ വൽ അമാനത്തു മഗ്നമാ വസ്സകാത്തു മഗ്റമാ വതുഅല്ലമ ലിഗൈരി ദീൻ وتعلم لغير الدين وأطاع الرجل امرأته وعق أمه وأدنى صديقه. എത്ര കടുപ്പമാണ് നാട്ടുകാരെ! 15ഓളം കാര്യങ്ങൾ പറഞ്ഞിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, സ്വഹാബികളെ, ഈ സംഭവങ്ങളെങ്ങാനും കണ്ടുപോയാൽ ഫർതഖിബൂ റീഹൻ ഹംറാ വസൽസലതൻ വഖസ്ഫൻ വമസ്ഖാ. റസൂലുള്ളാഹി പറയുന്നു, ചുവന്ന തീക്കാറ്റുകളെ
അതുപോലെ തന്നെ ഭൂചലനങ്ങളെ, ഭൂമിയെ തന്നെ പിടിച്ചു കുലുക്കുന്ന അവസ്ഥകളെ നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുക. ഇത് പറയുമ്പോൾ എത്ര ആളുകളാണ് നാട്ടുകാരെ ഇപ്പോഴും എന്റെ രാജ്യത്തിന്റെ തൊട്ടടുത്ത രാജ്യമാണ് ഈ അടുത്ത് ചൂരൽമലയിലുണ്ടായ സംഭവങ്ങൾ നിങ്ങൾക്കറിയാം. ഇപ്പോഴും 200ഓളം പാവങ്ങളെ കണ്ടുകിട്ടിയിട്ടില്ല. 200ഓളം പാവങ്ങളെ ഇപ്പോഴും കാണാനില്ല. അവരെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ് നാട്ടുകാരെ കേൾക്കുന്നത്? നമ്മ പോലെ രാത്രി സുഖമായി കിടന്നിരുന്നവർ, കിടന്നിറങ്ങിയവർ, അവരാണ് ധാരാളം മരിച്ചുപോയി. എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു. ഒരു നാട് തന്നെ അല്ലാഹു തആല ഒടുക്കിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ചെന്നാൽ 600ഉം 700ഉം വീടുകളുള്ള ഒരു നാട് ചെന്നാൽ ഒരു മരുഭൂമി മോഡലി, അതല്ലെങ്കിൽ ഒന്നും കാണാനില്ല. ഇപ്പോഴും തെരച്ചിലൂടെയാണ്. എന്താണ് എന്റെ പ്രിയപ്പെട്ടവരോട് ഒരു ഉമ്മ പറഞ്ഞ വാക്കുണ്ട്, എന്റെ കുഞ്ഞിന്റെ ഒരു കുട്ടിയുടെ പകുതി കിട്ടി, പകുതി കണ്ടു, പകുതി കിട്ടി. എന്താണ് മുസ്ലിമീകളെ, ഒരു പാവപ്പെട്ട മനുഷ്യൻ എന്തൊരു സമാധാനത്തോടെ ഇന്ന വ്യക്തി, ആ വ്യക്തിയുടെ ഭാര്യ, 2 കുട്ടികൾ, ഉമ്മ ഉപ്പ എല്ലാം പോയി. ഉസ്താദ് എന്റെ അയൽവാസിയാണ്, എന്റെ അയൽവാസിയാണ്. ഒരു സഹോദരന്റെ വാക്കുകളാണ്, എന്റെ അയൽപ്പക്കക്കാരനാണ്, അവരുടെ എല്ലാം പോയി, വീടും പോയി. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾക്കൊരു വിഷമം നല്ല തന്നിട്ടില്ലല്ലോ? അത് പറഞ്ഞപ്പോഴേക്കും പരിസരം മറന്ന് കരഞ്ഞുപോയി. അത്രമാത്രം ക്ഷമിച്ച് സംസാരിച്ച ഒരു മനുഷ്യൻ ഇത് ചോദിച്ചതോടെ മനസ്സ് പതറി. എന്നിട്ട് പറഞ്ഞു, എന്റെ എല്ലാം പോയി, ഒരാളെങ്കിലും ആരുമില്ല, 4-5 കുട്ടികളും ഭാര്യയും ഉമ്മയും ഉപ്പയും. പക്ഷെ അവസാന മനുഷ്യൻ പറഞ്ഞു, ഉമ്മാന്റെ മുഖം, ഞാനിങ്ങനെ ജോലിക്ക് പോയതായിരുന്നു, അങ്ങനെ ഞാൻ അതുകൊണ്ടാണ്. പക്ഷേ ഉമ്മയുടെ മുഖം ഒരു നോക്ക് കാണാൻ പറ്റിയില്ലല്ലോ, കിട്ടിയിട്ടില്ല. ഉമ്മാനൊന്ന് കണ്ടെങ്കിൽ, ഉമ്മയൊന്ന് കണ്ടെങ്കിൽ. എനിക്ക് കിട്ടിയവരുടെ ശരീരത്തിന്റെ അവസ്ഥ എന്താണ്? ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫർതഖിബൂ റീഹൻ ഹംറാഇ വസൽസലതൻ വഖസ്ഫൻ വമസ്ഖൻ. ഇതൊക്കെ മുസ്ലിമീങ്ങളെ റസൂലുള്ളാഹ് വരച്ച് കാണിച്ച് തന്നിട്ടാ പോയിട്ടുള്ളത്. എല്ലാം വരച്ച് കാണിച്ചു പഠിപ്പിച്ചിട്ടുണ്ട്. സ്വന്തം വാപ്പയെ പള്ളിപ്പറമ്പിലേക്ക് വലിച്ചെറിയുമ്പോൾ നോക്കി നിൽക്കാൻ വിധിക്കപ്പെട്ട മക്കളെ കണ്ടവരാണ് നമ്മൾ. കോവിഡ് കാലത്ത് ഉമ്മാനെ വലിച്ചെറിയുമ്പോൾ നോക്കി നിൽക്കാൻ വിധിക്കപ്പെട്ട മക്കളെ കണ്ടവരാണ് നമ്മൾ. തർക്കല്ലല്ലോ. ഒരു ഉമ്മയുടെ അരികിലേക്ക് പോകാൻ മക്കൾക്ക് പേടി, ഉമ്മയെ കുളിപ്പിക്കാൻ പേടി, ഉമ്മയുടെ ചാരത്ത് പോയി നിസ്കരിക്കാൻ പേടി. അവര് വിട്ടു നിൽക്കുകയാണ്. പാവപ്പെട്ട ഒരു പറ്റം പ്രവർത്തകരും, SYSന്റെ പ്രവർത്തകരും, പാവപ്പെട്ട സാധു പ്രവർത്തകരും അവരെന്നിറങ്ങി നിസ്കരിച്ചു, പള്ളിയിലേക്ക്, ഖബറിലേക്ക്, പള്ളിക്കാട്ടിലേക്ക് എടുത്തു വെക്കുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടവരാണ്. പക്ഷെ മറന്നുപോയി. കോവിഡ് കാലം പേടിയായിരുന്നു. അതെങ്ങനെയായി ഇപ്പൊ നമുക്കൊരു പ്രശ്നമല്ല. 4 കൊല്ലമായപ്പോഴേക്കും പിതാക്കളെ മറന്നു, ദീനിന്റെ മക്കളെ മറന്നോ നിങ്ങൾ? ആ കോവിഡ് കാലം പ്രവാസികൾ ഗൾഫിലുള്ള ഇന്ന് നമ്മുടെ മംഗലാപുരം പ്രദേശത്തും പ്രവാസികളെ കൊണ്ടൊരു വലിയ വെളിച്ചം അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. പ്രവാസികൾ അങ്ങനെ കൈയൊടിക്കാൻ പറ്റിയ വിഭാഗമൊന്നുമല്ല. പ്രവാസികൾ എന്ന് പറയുന്നത് ആ പ്രവാസികളെ കൊണ്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മുടെ നാടിനെ അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. ആ പ്രവാസികൾ നാട്ടിലേക്ക് വന്നപ്പോൾ പ്രവാസികളെ കൊണ്ട് തട്ടിക്കളിച്ചിരുന്ന കാഴ്ചകൾ 2 ആഴ്ചയും 3 ആഴ്ചയും 25 ദിവസമൊക്കെ സ്വന്തം ഭാര്യ മക്കൾ ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തിരുന്നത് കാണുന്നുണ്ടോ നിങ്ങളുടെ കണ്ണിൽ? ഇപ്പോ ഓർമ്മയില്ലേ നമുക്ക്? എന്താണ് പ്രവാസികളെ കാട്ടിക്കൂട്ടിയിരുന്നത്? ഞാൻ പറഞ്ഞു വന്നത് അവരോടുള്ള വെറുപ്പ് കൊണ്ടല്ല നാം ചെയ്തിരുന്നത്, പക്ഷേ പേടി കൊണ്ടായിരുന്നു. പേടി കൊണ്ടായിരുന്നു. തൊട്ടയൽപ്പക്കത്തെ വീട്ടിലേക്ക് പോകില്ല, വാതിലൊന്ന് തുറക്കാൻ പേടി. ലക്ഷങ്ങൾ കോടികളുണ്ട്. വെള്ളത്തിന് ദാഹിക്കേണ്ടി വന്നു, ഒരു കിറ്റ് വാങ്ങൽ ആവശ്യപ്പെടേണ്ടി വന്നു. ഏതെല്ലാം തരത്തിലൂടെയാണ്. പക്ഷേ കോവിഡ് കാലം കഴിഞ്ഞ് 2-3 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും യജമാനനായ റബ്ബ് അല്ലാഹുവിൽ കഴിയാത്തൊന്നുമില്ല.
യജമാനനായ അർഹമർ റഹീമീനായ റബ്ബ് കുല്ലുൽ ഉമൂരി ബിതഖ്ദീരിൻ മിനല്ലാഹി യജ്രി ബിലാ മാനിഇൻ മിൻഹു വലാ നാഹി. കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് മുസ്ലിമീങ്ങളെ അല്ലാഹുവാണ്. ആരാണ് സഹോദരങ്ങളെ ഇത് പറയാത്തത്? എന്റെ കൊച്ചനുജന്മാരെ, എന്റെ കുട്ടികളോട്, ചെറുപ്പക്കാരായ എന്റെ മക്കളോട്, നിങ്ങൾ വളർന്നു വരുന്ന ഒരു പുതിയ തലമുറയാണ്, ഒരു നല്ല സമൂഹമാണ്. ഞാൻ എന്റെ കുട്ടികളോട് പറയുന്നു, ഞാൻ എന്റെ മക്കളോട് ഓർമ്മപ്പെടുത്തുന്നത്, അല്ലാഹു തആല കൊടുത്തതിനെ തടുക്കാൻ ലോകത്ത് ആരാണ് ഉള്ളതെന്ന് ചോദിക്കുന്ന നമ്മൾ തന്നെയാണ്. നാം ചൊല്ലുന്ന ദിക്റുകളിൽ അല്ലാഹു തടുത്തതിനെ കൊടുക്കാൻ, അല്ലാഹു കൊടുക്കണ്ട എന്ന് വിചാരിച്ചത് റബ്ബ് കൊടുത്തതിനെ തട്ടിക്കളയാൻ, അല്ലാഹു തട്ടിക്കളഞ്ഞതിനെ കൊടുക്കാൻ ആരുണ്ട്? ഇത് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് നമ്മൾ. കുല്ലുൽ ഉമൂരി ബിതഖ്ദീരിൻ മിനല്ലാഹ്, എല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ഖാലിഖായ റബ്ബാൻ. ബലിൽ മുഹൈബിരി ഫി ഹാലാതിനാ നളറുൽ വഫൗഖ തദ്ബീരിനാ ലില്ലാഹി തദ്ബീറു. ലോകത്തെ മുഴുവനും നിയന്ത്രിക്കുന്ന ഖാലിഖായ റബ്ബ്, ആ റബ്ബിനുണ്ട് നമ്മുടെ എല്ലാ വിഷയങ്ങളിലും ഒരു ശ്രദ്ധയുണ്ട്, നോട്ടമുണ്ട്. സഹോദരങ്ങളെ, കോവിഡ് കാലത്ത് ഈ പറയുന്ന വസ്തു ഇന്ന് വരെ കാണാൻ കഴിയാത്ത ഒരു വൈറസിന്റെ പേരിൽ ലക്ഷക്കണക്കായ ആളുകളെ അമ്പരപ്പിച്ചില്ലേ? ഇന്ത്യ രാജ്യം മാത്രമല്ല, ലോകത്തെ മുഴുവൻ അല്ലാഹു തആല വിറപ്പിച്ചു, പാഠം പഠിപ്പിച്ചു. ആർക്കും പടച്ച റബ്ബിന്റെ ഇതിനു കൂടാതെ ഒന്നും കഴിയൂല എന്ന് ശരിക്ക് ഏത് വലിയ രാഷ്ട്രത്തലവനാണെങ്കിലും എത്ര വലിയ സമ്പന്നനാണെങ്കിലും ഒന്നും കഴിയൂല. ഇത് അല്ലാഹു ശരിക്ക് ഓരോ മുതലാളിയുടെയും, ഓരോ രാജ്യം ഭരിക്കുന്ന, രാഷ്ട്രം ഭരിക്കുന്ന ഭരണാധികാരികളുടെ നെഞ്ചത്ത് കൊത്തിവെക്കും വിധത്തിൽ അല്ലാഹു കാണിച്ചു കൊടുത്തിട്ട് പിന്നങ്ങ് അടിച്ചുവിട്ടു റബ്ബ്, പിന്നങ്ങ് അടിച്ചുവിട്ടു. മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് ഈമാൻ വർദ്ധിച്ചൊരു ഘട്ടമായിരുന്നു കോവിഡ് കാലം. ഈമാൻ വർദ്ധിക്കേണ്ട ഒരു കാലമായിരുന്നു കോവിഡ് കാലം. ഇതൊരു സത്യമാണ് സഹോദരങ്ങളെ. പക്ഷേ ഞാനിവിടെ പറഞ്ഞു വരുന്നത്, ആ കോവിഡ് കഴിഞ്ഞ് 3-4 കൊല്ലമായിട്ടേ ഉള്ളൂ. മറന്നുപോയി ചെറുപ്പക്കാരെ, ഒരു വാപ്പാന പള്ളിക്കാട്ടിലേക്ക് എത്ര അകലെ നിന്നിട്ടാ എറിഞ്ഞത്, എറിഞ്ഞുപോയത്. മറന്നോ നമ്മൾ നമ്മുടെ ഉപ്പാന എറിഞ്ഞത്? നാട്ടിലെ പല ഉമ്മമാരെയും പള്ളിക്കാട്ടിലേക്ക് എറിഞ്ഞത്. ഇത് നമ്മൾ ഓർക്കണം. നാട്ടിലുള്ള ചെറുപ്പക്കാരായ കുട്ടികളെ മോശമാക്കാൻ പ്രായം ചെന്നവരുണ്ട്. ചെറുപ്പക്കാരായ കുട്ടികളെ പലപ്പോഴും ഇത് ഞാന് പ്രായമുള്ളവരോടൊന്ന് പറയാ, എന്റെ ഈ പ്രസംഗിക്കുന്നവന്റെ ദൗത്യമാണ്. ഉസ്താദുമാരെ ഇരുത്തിയാൽ പറയട്ടെ, എന്റെ ഒരു ഉത്തരവാദിത്തമാണ്. എന്റെ കൂടെ മദ്രസയിൽ പഠിച്ച, എന്റെ കൂടെ സ്കൂളിൽ പഠിച്ച ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. പഠിച്ചവനെ അവർക്ക് നല്ലൊരു ഭാവി കൊടുക്കണേ എന്ന് ദുആ ചെയ്യേണ്ട ആളാണ് ഞാൻ. ഇസ്ലാമിക ധർമ്മമാണത്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ പല ആളുകളും പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്ന ആളുകൾ പോലും, പ്രായമുള്ളവർ പോലും, ചിലപ്പോൾ റബീഉൽ അവൽ വരുമ്പോ, റമദാൻ വരുമ്പോ ചെറുപ്പക്കാരായ കുട്ടികൾ പള്ളിയിലേക്ക് വരുന്നത് കണ്ടാൽ, മോനെ ഇത് പള്ളിയാണടാ, ഇത് പള്ളിയാണ്, വടിപടച്ചോ. ചെറുപ്പക്കാരായ കുട്ടികളോട് അല്ലെങ്കിൽ പറയും, നാളെപ്പം മട പെയ്യും കേട്ടാ, ഈ കുട്ടികൾ ഇതാ പള്ളിക്ക് വന്നിട്ടുണ്ട്. ഓ പിതാക്കളെ, എത്ര വൃത്തികെട്ട പദമാണ് പ്രയോഗിച്ചത്. നാട്ടിലെ ചെറുപ്പക്കാരായ കുട്ടികൾ ഒരു കാലത്ത് ശൈഖുനയുടെ കുട്ടിക്കാലത്ത്, ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ നാട്ടിൽ നിന്ന്, ഇവിടെ നിന്ന് കാസർകോട്ടേക്ക് പോകുന്ന ഏത് ബസ്സിലെ ടെലിവിഷൻ ഉണ്ടായിരുന്നത്? ഇവിടെ നിന്ന് കോഴിക്കോട്ടേക്ക് പോകുന്ന ഏത് ട്രെയിനിലാണ് ടെലിവിഷൻ ഉണ്ടായിരുന്നത്? 25-30 കൊല്ലം മുമ്പ്. ഇന്ന് നമ്മുടെ കുട്ടികൾ പാവങ്ങളാണ്, ചെറുപ്പക്കാരായ മക്കൾ സാധുക്കളാണ്. അവർക്ക് എത്ര മണിക്കൂർ ചവിടി പൊത്തിരിക്കാൻ കഴിയും? എത്ര മണിക്കൂർ കണ്ണടച്ചിരിക്കാൻ കഴിയും? കാരണം
കാരണം അവർ പോകുന്ന ഒരു ബസ്സുകളാവട്ടെ, ട്രെയിനുകളാവട്ടെ, കപ്പലുകളാവട്ടെ, ആകാശത്തൂടെ യാത്ര ചെയ്യുന്നതാവട്ടെ, അവർക്ക് എത്ര മണിക്കൂർ കണ്ണടിച്ചിരിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിലയിരുത്തൂ. പോകട്ടെ, നമ്മുടെ ചെറുപ്രായത്തിൽ ഞാൻ ദർസിൽ പഠിക്കുന്ന കാലത്ത് അന്ന് മൊബൈൽ ഇറങ്ങിയിട്ടില്ല. ഇന്നോ നമ്മുടെ കയ്യിലുണ്ട്. നന്നാവാൻ വിചാരിച്ചാൽ നല്ല വഴികളുണ്ട്. ഓതാനും ചൊല്ലിപ്പറയാനും അത്യാവശ്യമുണ്ട്. ബിടക്കാകാൻ സാഹചര്യമാണ് പിതാക്കളെ നന്നാക്കുന്നതും ബിടക്കാക്കുന്നതും ഒക്കെ. ബിടക്കാകണോ, അതിൽ കാണാൻ ബാക്കിയൊന്നുമില്ല. നമ്മുടെ മുഴുവൻ കുട്ടികളുടെയും കൈകളിലുണ്ട്, നമ്മുടെ കൈകളിലുമുണ്ട്. കാലഘട്ടം അങ്ങനെയാണ്. അത് വേണ്ട എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മൊബൈൽ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ടൊന്നും ഈ കാലഘട്ടത്തിൽ അതൊന്നും ഒരു ഹിക്മത്തുള്ള ദഅവത്തല്ല. അതൊന്നും കുട്ടികൾ മൊബൈൽ ഉപയോഗിക്കുക, വലിയ ചെറുപ്പക്കാർ മൊബൈൽ ഉപയോഗിക്കുന്നത് അത് പരിഹാസപ്പെടുത്തിയിട്ടൊന്നും കാര്യമില്ല. പക്ഷേ ഞാനിവിടെ ഓർമ്മപ്പെടുത്തുന്നത്, നല്ലവരായ പിതാക്കളെ, നാട്ടിലെ ചെറുപ്പക്കാരായ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ എത്ര പേര് ദുആ ചെയ്യുന്നുണ്ട്. എന്റെ രാജ്യത്തുള്ള മക്കളെ നീ നന്നാക്കണേ അല്ലാ, ആ മക്കൾക്കൊരു നല്ല ഭാവി കൊടുക്കണേ അല്ലാ എന്ന് നമുക്ക് ദുആ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതിലേറെ ഞാൻ പറയട്ടെ, ഈ പെരുന്നാളിനെ ഞാനൊന്ന് തുറന്നു സംസാരിക്കുന്നു. ഈ ബലി പെരുന്നാളിനെ 4.5 വയസ്സ് കഴിഞ്ഞ അല്ലെങ്കിൽ 5 വയസ്സ് കഴിഞ്ഞ ചിലപ്പോൾ എന്റെ ചെറുപ്പക്കാരായ കുട്ടികൾ കണ്ടു കാണും ആ വീഡിയോ. എനിക്കൊരു മുതഅല്ലിമ് കൽപ്പിച്ചു തന്നതാണ്. ഞാൻ കണ്ടു, മനസ്സൊന്ന് പതറി, മനസ്സൊന്ന് വല്ലാതെ പതറിപ്പോയി. 5 വയസ്സുള്ള ഒരു കുട്ടി നാവ് തൂക്കിയിട്ട് ഉമ്മ എന്ന് വിളിക്കുന്നുണ്ട്. എന്തിനാണറിയോ പിതാക്കളെ? ബലി പെരുന്നാൾ ദിവസം ഒരു ഗ്ലാസ് പായസം കിട്ടാൻ വേണ്ടിയല്ല, അല്ലെങ്കിൽ ഒരു തുള്ളി ചായ ലഭിക്കാൻ വേണ്ടിയിട്ടല്ല. പച്ചവെള്ളം ദാഹിച്ചു പിടയുന്ന 5 വയസ്സുള്ള കുട്ടി ഉമ്മ എന്ന് വിളിക്കുന്നത് ഒരു തുള്ളി പച്ചവെള്ളം നാവിനൊന്ന് തൊട്ടുകൊടുക്കാൻ വേണ്ടിയാണ്. പക്ഷേ ആ ഉമ്മാന്റെ കൈവശം വെള്ളമില്ല, കുടിക്കാനുള്ള പച്ചവെള്ളമില്ലാത്തതാ പറയുന്നത്. പക്ഷെ ഉമ്മയാണല്ലോ. ഉമ്മ പിടഞ്ഞാലും എന്റെ മോൻക്കൊന്നും പറ്റരുതെന്ന് വിശ്വസിക്കുന്നവരാണ് പിതാക്കൾ, ഉമ്മമാർ, മാതാപിതാക്കൾ. ഞാൻ പറയുന്നത്, ആ ഉമ്മ അവിടുന്ന് ചെയ്തത്, ഉമ്മയുടെ നാവിലുള്ള ഉമിനീരെടുത്തിട്ട് ആ ഉമ്മയുടെ നാവ് കൊണ്ട് 5 വയസ്സുള്ള കുട്ടിയുടെ നാവിൽ ഇങ്ങനെ ഉമിനീര് തടവി കൊടുക്കുന്നുണ്ട്. മുസ്ലിമീങ്ങളെ, ഏത് രാജ്യത്തുള്ള ഏത് കാലഘട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന 10,000-കണക്കായ പാവങ്ങൾ പിടയുന്നുണ്ട്. ഞാനൊന്ന് ചോദിക്കട്ടെ, പാതിരാ സമയത്ത് എഴുന്നേറ്റുകൊണ്ട് വുദുവെടുത്ത് ഒരു 5 മിനിറ്റ് 2 റക്അത്ത് നിസ്കരിച്ച് ഒരു 2 മിനിറ്റെങ്കിലും പടച്ചവരെ ആ പാവങ്ങളെ നീ കാക്കണേ അല്ലാ. നമുക്ക് ദുആ ചെയ്യാൻ പറ്റുന്നുണ്ടോ നാട്ടുകാരെ? ഞാനൊന്ന് ചോദിക്കാണ്, എന്നോടടക്കമാണ് ചോദിക്കുന്നത്. ഈ സാധു മക്കൾ, 5 വയസ്സുള്ള കുട്ടികൾ, ആ കുട്ടികളാണ് പിടയുന്നത്. ദാഹിച്ചിട്ട് പച്ചവെള്ളം കിട്ടാതെ പിടയുമ്പോൾ ആ മക്കളെ നീ കാക്കണേ എന്ന് പറയാൻ നമുക്ക് എത്ര പേർക്കാണ് സാധിക്കുന്നത്? ഞാനൊന്ന് തുറന്നു ചോദിക്കുന്നത്, നമുക്ക് ഒരു അരമണിക്കൂർ പാതിരാ സമയത്ത് എഴുന്നേറ്റുകൊണ്ട് ഈ പാവങ്ങൾക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ടോ എന്ന് മനസ്സാക്ഷോട് ചോദിക്കുക. ഇത് തുഖിദൽ ഫൈഉ ദിവലാ വൽ അമാനത്തു മഗ്നമാ വസ്സകാത്തു മഗ്റമാ വതുഅല്ലമ ലിഗൈരിദ്ദീൻ. കണ്ടോ, റസൂലുള്ളാഹി വിശദീകരിച്ച 10-15ഓളം വരുന്ന കാര്യങ്ങൾ. ഒന്ന്, പൊതുമുതലുകളൊക്കെ ഇത് തുഖിദൽ ഫൈഉ ദിവലാ, പൊതുമുതലുകൾ, പൊതുസമ്പാദ്യങ്ങൾ, പൊതുവായുള്ള വസ്തുക്കൾ, അത് ഭരണത്തിന്റെയും മറ്റുമൊക്കെയായി സ്വന്തമാക്കി വെക്കുക. ഒരാളെ വിശ്വസിച്ചാൽ ആ വിശ്വാസം തെറിച്ചു പോകുന്നുമില്ല. ആരെ വിശ്വസിക്കാൻ പറ്റും? ആരെയാണ് വിശ്വസിക്കാൻ കഴിയുന്നത് ഈ കാലഘട്ടത്തിൽ? പ്രത്യേകിച്ചും നോക്കുതുകൾ അപകടത്തിൽപ്പെട്ട് നിങ്ങൾ പത്രത്തിൽ വായിച്ചോ? കേരളത്തിലെ വയനാട് ജില്ലയിൽ നടന്ന ഈ ദുരന്തം, ആ ദുരന്തത്തിൽ വീട് കൊള്ളടിച്ചു. അത്ര ഈ അടുത്ത് 2 ദിവസം മുമ്പ് വീട് കൊള്ളയടിച്ചു. ഉള്ള വീട്, നിലവിലുള്ള വീട് കൊള്ളയടിച്ചു. ഒരു വാഹനത്തിൽ നിന്ന് തെറിച്ച
മരിച്ചു വീണ ഒരു കുടുംബം, ആ കുടുംബത്തിൽ ഒരു പെൺകുട്ടി റോട്ടിൽ ഇങ്ങനെ പിടയുമ്പോൾ, ഇവിടെ ചിലപ്പോൾ നിങ്ങൾ പത്രത്തിൽ വായിച്ചു കാണില്ല, മലയാള പത്രത്തിൽ വന്നതാണ്. റോട്ടിൽ ഇങ്ങനെ പിടയുന്ന സമയത്ത് ഓടിച്ചെന്ന് ആ പിടയുന്ന പെൺകുട്ടിയുടെ കഴുത്തിലുള്ള സ്വർണമാല വലിച്ചു ഊരി ഓടുകയാണ്. ആ സമയം ഈ പെൺകുട്ടി പറഞ്ഞു, മോനെ അതെടുത്തോ, അതെടുത്തോ, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തൂ. പിടയുന്നൊരു പെണ്ണ്, ആ പെണ്ണിനെ ആശുപത്രിയിൽ ഒന്ന് കൊണ്ടുപോകുക എന്ന് ചോദിക്കുന്നത്. ആ പെണ്ണിന്റെ കഴുത്തിലുള്ള ആഭരണം ഊരി അവിടെ നിന്ന് കളവ് നടത്തി ഊരി വലിച്ചോടുകയാണ്. ഈ കാലഘട്ടമാണ് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. എവിടെയാണ് അമാനത്തുള്ളത്? വൽ അമാനത്തു മഗ്നമാ വസ്സകാത്തു മഗ്റമാ. സകാത്തിന്റെ അവകാശികൾ മുതലാളിമാരോ, അവർക്ക് കൊടുക്കാൻ വല്ല സമയമുണ്ടോ? അതുമില്ല, ഞാൻ വിശദീകരിക്കുകയല്ല. ദീനല്ലാത്തത് പഠിപ്പിക്കാൻ, ദീനിന് വേണ്ടിയല്ലാതെ പഠിക്കാനും പഠിപ്പിക്കാനും ആവേശമുള്ളവരും ആവേശമുള്ള പിതാക്കളും ആവേശമുള്ള മനുഷ്യരും വളർന്നു വരുന്നതാണ്. അവർ വർദ്ധിക്കുന്നവരാണ്. ദീനിന് വേണ്ടിയാവണം പിതാക്കളെ. നമ്മുടെ കുട്ടികൾ എത്ര പഠിച്ചാലും ഭൗതികപരമായും അല്ലാതെയും എത്ര പഠിക്കുന്നുവെങ്കിലും അത് ദീനിന് വേണ്ടി, ദീനിന് ഉപകരിക്കാൻ. നമ്മുടെ കുട്ടികളെ ഡോക്ടർ ആവണോ, അതുപോലെ തന്നെ ഒരു പൈലറ്റ് ആവണമെന്നുണ്ടോ? അതൊക്കെയും ദീനിന് ഉപകരിപ്പിക്കാൻ കഴിയും. എല്ലാം ദീനിന് ഫലവത്താക്കാൻ കഴിയും. എന്നിട്ട് അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പറഞ്ഞു, ദീനിന് വേണ്ടി പഠിപ്പിക്കാൻ, ദീന് പഠിപ്പിക്കാൻ, ഒരു മുതഅല്ലിമാക്കാൻ. അതൊക്കെ ഇന്നൊരു ചെറിയതായി, ഒരു ചെറുതായി കാണുന്ന പിതാക്കൾ, ഉമ്മമാർ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് റസൂൽ പഠിപ്പിക്കുകയാണ്. സത്യമാണ് സഹോദരങ്ങളെ. അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പറഞ്ഞു, ഒരു പുരുഷൻ പെണ്ണിന് വഴിപ്പെടുക, ഭാര്യയെ പേടിച്ച് ജീവിക്കുക. ഭാര്യമാരെ എത്ര കടുപ്പുള്ള പദാ നോക്കി നിങ്ങൾ. ഭാര്യയും ഭർത്താവും എന്നുള്ളത് വലിയ റഹ്മത്താണ്. ഭാര്യമാരുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് പുണ്യമുള്ള അമലാണെന്ന് ദീൻ പഠിപ്പിക്കുന്നുണ്ട്. ഭാര്യമാരുമൊത്തൊന്ന് ഭക്ഷണം കഴിച്ചാൽ കിട്ടുന്ന പ്രതിഫലം. നിങ്ങളെ നാട്ടിലുള്ള സ്ഥിതി ഇപ്പൊ എന്താന്ന് ഞാൻ ഉസ്താദുമാരോടൊന്നും ചോദിച്ചിട്ടില്ല. ഭാര്യയും ഭർത്താവും ഇരുന്ന് ഭക്ഷണം കഴിക്കുക, ഒപ്പിരുന്ന് കഴിക്കുക. പ്രയാസങ്ങൾ പറയാനുണ്ട്, പ്രതിസന്ധികൾ പറയാനുണ്ട്. എന്താ ചില ആളുകളൊക്കെ അവിടെ വേദന, ഇവിടെ വേദന, പ്രശ്നങ്ങളേ ഉള്ളൂ. വീട്ടിൽ ചെന്നാൽ അതിലേറെ പ്രശ്നങ്ങൾ, ഹമ്മുകൾ. ഹമ്മൽ ലാ യൻഖതിഉ അൻഹു അബദാ, മുറിഞ്ഞു പോകാത്ത പ്രശ്നങ്ങൾ. എന്താ കാരണം അറിയോ? അവരവരുടെ വീടുകളിൽ ഭാര്യയും ഭർത്താവും ദമ്പതികൾ അവരെത്ര കണ്ട് മഹബത്തുണ്ട്, അത്ര കണ്ട് ഐശ്വര്യമായിരിക്കും. വീട്ടിൽ കൊട്ടാരം പോലത്തെ വീടുണ്ട്, പറമ്പുകളുണ്ട്, അനുഗ്രഹങ്ങൾ ധാരാളം, കാശുമുണ്ട്. പക്ഷേ ഭാര്യയും ഭർത്താവും തമ്മിലൊരു സ്നേഹക്കുറവുണ്ടെങ്കിൽ ആ വീട്ടിൽ എപ്പോഴും പ്രശ്നങ്ങളായിരിക്കും. അല്ലാഹു തആല ബറക്കത്ത് വലിച്ചെറിയുന്നതാണ്, ബറക്കത്ത് എടുത്തു കളയുന്നതാണ്. ഭാര്യയും ഭർത്താവും എപ്പോഴും നല്ല സന്തോഷത്തിൽ, ഭാര്യ മക്കൾ അതിലേറെ മക്കളോട് നല്ല ചുരിയും തമാശകളും നല്ല നല്ല സന്തോഷത്തോടെ ജീവിക്കുന്ന പിതാക്കൾ. ഇത് പറഞ്ഞ കാടുകാരോ? ഭാര്യയും ഭർത്താവും നല്ല ചെറിയും കളിയും ഒക്കെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ ആമീൻ പൊന്തിയിലല്ല, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇതൊരു ദീനുള്ള നാടാണ്, ശൈഖുനയുടെ നാടാണ്. മാത്രല്ല ഇന്ന് ഈ പൊന്നു മക്കൾ ഇതാ വളരുന്ന മുതഅല്ലിമീൻ. അൽഹംദുലില്ലാഹ്, നാട്ടുകാരെ നിങ്ങളാണ് ഭക്ഷണം കൊടുത്ത് വളർത്തുന്നത്. ഞാൻ പെട്ടെന്ന് നിർത്തും. 10:30 മണിയാകുമ്പോഴേക്കും കൂറത്തങ്ങൾ ഉപ്പാപ്പയുടെ മോൻ കൂടിയായ മുവഫക്കാര് കുട്ടിയാണ്. ഉപ്പാപ്പ വലിയൊരു മഹാനായിരുന്നു. കൂറത്തങ്ങൾ ഉപ്പാപ്പ ഒരു വല്ലാത്ത മുത്തായിരുന്നു. ഒറ്റ വാക്കിൽ പറഞ്ഞ കിബിറി എന്താണെന്ന് ആ മഹാൻക്ക് അറിയില്ല. കിബിറി എന്താണെന്ന് മഹാൻക്ക് അറിയില്ല. എന്നാ ഏതെങ്കിലും ഒരാളെ അങ്ങനെ ഉണ്ടല്ലോ, നിങ്ങളോട് ഞാൻ പറയണ്ടല്ല, പക്ഷെ കാശുള്ളവനോടൊരു പ്രത്യേക ബഹുമാനം, ഇല്ലാത്തവനോടൊരു കുറവ്, അങ്ങനൊന്നും കൂറത്തങ്ങൾ ഉപ്പാപ്പയുടെ സ്വപ്നം കാണാൻ കഴിയില്ല. അവിടുത്തെ ജീവിതം, അവിടുത്തെ ശൈലി. ഒരുപാട് പ്രാവശ്യം ഗൗസുൽ ആലമിന്റെ ചാരത്ത് തൊട്ട് പല ഭാഗത്തും കൂടെ സിയാറത്തിന് പോകാൻ
ഈ സാധുവിന് അവസരം കിട്ടിയിട്ടുണ്ട്. ഒരാളുടെ കൂടെ യാത്ര ചെയ്യുമ്പോഴാണ് ആരാണ് അവരെന്ന് ശരിക്ക് തിരിയുക. കൂറത്തങ്ങളുപ്പാപ്പ ആരാണെന്ന് യാത്രയിൽ പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊരു വല്ലാത്ത മുത്തായിരുന്നു, അതൊരു വല്ലാത്ത മഹാനായിരുന്നു. ഇൻഷാ അല്ലാഹ് അവിടുത്തെ മകൻ കൂടി നമ്മുടെ ഈ സദസ്സിലേക്ക് വരും. അതുവരെയുള്ള ഒരു ചെറിയ പ്രഭാഷണമാണ്. ഞാനിവിടെ വല്ല ബുദ്ധിമുട്ടിക്കുകയില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, സഹോദരങ്ങളെ, ഭാര്യയും ഭർത്താവും നമ്മളൊക്കെ പറയും ഹമ്മകൾ വിവരിക്കാൻ, അതുപോലെ തന്നെ പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ പറയാൻ നമുക്കുണ്ട്, പറയാനും പാടുണ്ട്. യഹ്റുമുൽ ഹജ്റു തുർഫത ഐൻ, യഹ്റുമുൽ ഹജ്റു തുർഫത ഐൻ. ഉമ്മയോടോ വാപ്പയോടോ ഒരു മിനിറ്റ് എങ്ങാനും പിണങ്ങിപ്പോയാൽ ഹറാമാണെന്ന് മാത്രമല്ല, നമ്മുടെ പല നന്മകളെയും തൂത്തെറിയപ്പെടുന്നതാണ്. ഇത് ആരോട് പറയാൻ, ആരോട് പറയാൻ? നമുക്ക് വേവലാതികൾ പറയാനുണ്ട്. പക്ഷേ വഴികൾ, നമുക്ക് കാരണങ്ങൾ, മാർഗങ്ങൾ, അതല്ലെങ്കിൽ രക്ഷപ്പെടാനുള്ള വഴികൾ അത് നമ്മൾ കാണുന്നുമില്ല. റസൂലുള്ളാഹി പറഞ്ഞു, മാതാപിതാക്കൾക്ക് വേണ്ടി 5 പ്രാവശ്യമെങ്ങാനും ഓരോ ദിവസവും ദുആ ചെയ്യുന്ന മക്കളുണ്ടോ, ആ മക്കളുടെ കരങ്ങൾക്ക് അല്ലാഹു ബറക്കത്ത് കൊടുക്കുന്നതാണ്. പണ്ഡിത ലോകം വിവരിച്ചു, മാതാപിതാക്കൾക്ക് 5 വട്ടം മരിച്ചിട്ട് ആണ്ടിന്റെ അന്ന് യാസീൻ ഓതുന്നവരുണ്ട്. എല്ലാ ദിവസവും ഉമ്മാക്ക് വേണ്ടി ഒരു യാസീൻ ഓതുന്ന സഹോദരങ്ങളെ, ഞാൻ എന്നെ കുറിച്ച് പറയാം. 24 മണിക്കൂറിൽ 5 മിനിറ്റ് മതി ഒരു യാസീൻ ഓതാൻ. ഈ കൂട്ടത്തിൽ ഉമ്മ ഉപ്പ മരിച്ചവരെന്ന് കഞ്ഞി ചോദിക്കുക നിങ്ങളെ, ഉമ്മയോ വാപ്പയോ മരണപ്പെട്ടവര്. അല്ലാഹ് അത്യാവശ്യം ഉണ്ടല്ലോ, അല്ലാഹു അവിടെ ഖബറുകളെ പ്രകാശിപ്പിക്കുമാറാവട്ടെ. ഞാൻ നിങ്ങളുടെ കൈപൊക്കാൻ പറഞ്ഞത്, ഒരുപാട് ആളുകൾ കൈപൊക്കി. ഞാൻ വിചാരിച്ചതിന്റെ 4 ഇരട്ടി പൊക്കി. ഞാനിവിടെ വിചാരിച്ചത് ഒരു 8-10 പേരുടെ ഉമ്മയോ ഉപ്പയോ പള്ളിക്കട്ടിലായിരിക്കുമെന്നാണ്. കാരണം അത്ര പ്രായമുള്ളവരൊന്നും ഇവിടെ കാണുന്നില്ല, കുറഞ്ഞ ആളുകളേ ഉള്ളൂ. പക്ഷെ ധാരാളം ആളുകളുടെ ഉമ്മ ഉപ്പ പള്ളിപ്പറമ്പിലാണ്. സഹോദരങ്ങളെ, ഇന്നലെ നമ്മുടെ ഉമ്മാക്ക്, ഈ കൈപൊക്കിയവരോട് ഞാൻ ചോദിക്കുന്നു, ജ്യേഷ്ഠാനുജ സഹോദര, ഇന്നലെ നമ്മുടെ പൊന്നു ഉമ്മാക്ക് വേണ്ടി ഒരു യാസീൻ ഓതിയിട്ടുണ്ടോ? നമ്മൾ നമ്മുടെ ഉപ്പാക്ക് വേണ്ടി ഒരു യാസീൻ ഓതിയോ? ഇന്നലെ മാത്രമല്ല, എല്ലാ ദിവസവും ഒരു യാസീൻ നമുക്ക് ഓതാൻ 5 മിനിറ്റ് പള്ളിപ്പറമ്പിൽ കിടക്കുന്ന നമ്മുടെ ഉമ്മാക്ക് വേണ്ടി ഉപ്പാക്ക് വേണ്ടി ഒരു യാസീൻ ഓതാൻ നമുക്ക് സമയം കിട്ടിയില്ലെങ്കിൽ നമ്മ എന്തിനു പറ്റും? നന്ദി കെട്ടവനല്ലേ, നന്ദി കെട്ടവരിൽപ്പെട്ടവനല്ലേ. ബറക്കത്ത് അല്ലാഹു തആല നമുക്ക് നൽകൂ. ആ പള്ളിപ്പറമ്പിൽ കിടക്കുന്ന ഉമ്മാക്ക് ഒരു യാസീൻ ഇങ്ങനെ ഓതിയാൽ ആ ഖബർ എത്ര പ്രകാശമായിരിക്കും. നമ്മുടെ ഉമ്മാക്ക് എന്തൊരു തണലായിരിക്കും ലഭിക്കുക, നമ്മുടെ ഉപ്പാക്ക് കിട്ടുന്ന ഖൈർ എത്രയായിരിക്കും. പക്ഷേ മറക്കുകയാണ് മുസ്ലിമീങ്ങളെ. മാസത്തിൽ ഞാൻ ഒരു വേദിയിൽ ചോദിച്ചു, കളവ് പറയരുത്. ഞാൻ ചോദിച്ചു, കളവ് പറയരുത്. ഒരു മാസത്തിനുള്ളിൽ എപ്പോഴെങ്കിലും ഉമ്മാക്കൊരു യാസീൻ ഓതിയവർ മാസത്തിൽ ഒരു പ്രാവശ്യം. ഒരു സഹോദരനോട് പറഞ്ഞു, ഇല്ല, ശ്രദ്ധിക്കാത്തോണ്ടാണ് ഉസ്താദേ. ശ്രദ്ധിച്ചു പോയില്ല, ശ്രദ്ധിക്കാറില്ല. ഇതൊരു യാഥാർത്ഥ്യമല്ല നാട്ടുകാരെ. മാതാപിതാക്കൾക്ക് വേണ്ടി എല്ലാ ദിവസവും 5 പ്രാവശ്യമെങ്കിലും ഈ വഅദ് പറയുന്നവൾ 5 പ്രാവശ്യമെങ്കിലും എന്റെ പള്ളിപ്പറമ്പിൽ കിടക്കുന്ന ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യുന്നില്ല എങ്കിൽ ഞാൻ എന്തിനാ ഇവിടെ വന്ന് വഅദ് പറയുന്നത്? ഞാൻ വഅദ് പറയുന്നത് കൊണ്ട് എന്ത് ബറക്കത്താണ് എനിക്കുള്ളത്? എന്റെ ഉമ്മയെ മറന്നിട്ട്, എന്റെ വാപ്പയെ മറന്നിട്ട് ഞാൻ ഇവിടെ വഅദ് പറയുന്നത് കൊണ്ട് വല്ല ബറക്കത്തുമുണ്ടോ? ഇല്ല നാട്ടുകാരെ. മാതാപിതാക്കൾക്ക് വേണ്ടി ഒരു യാസീൻ ഓതാൻ ഞാൻ ഈ സദസ്സിൽ കൈപൊക്കിയവരോട് ഞാൻ പറയാ, എന്റെ അനുജ, എന്റെ ജ്യേഷ്ഠ സഹോദര, എല്ലാ ദിവസവും 5 മിനിറ്റ് വേണ്ട, ഒന്ന് ഓതി നോക്കൂ നിങ്ങൾ. എപ്പോഴെങ്കിലും രാവിലെയോ ഉച്ചക്കോ വൈകുന്നേരമോ രാത്രിയോ എപ്പോഴെങ്കിലും ഒരു യാസീൻ ഓതിയിട്ട് പടച്ചവനെ, അതൊരു നന്ദിയുള്ള കുട്ടിയുടെ അടയാളമാണ്. ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യാം, ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യാം. നസലത്ത് ബിഹിമുർ റഹ്മാ, വലിയ ബറക്കത്താണ് അല്ലാഹു തആല നൽകുക, ഐശ്വര്യമാണ് അല്ലാഹു നൽകുക. മാതാപിതാക്കൾക്ക് വേണ്ടി ഒരു യാസീനെങ്കിലും ഓതുക.
ഇതിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. പോകട്ടെ ഞാൻ പറയുന്നത്, ഭാര്യയും ഭർത്താവും തമ്മിൽ എപ്പോഴും ചിരിയും കളിയും തമാശകളും, നല്ല സന്തോഷം. അൽഹംദുലില്ലാഹ്, പ്രായപരിധി ഒന്നുമില്ല. ചിലപ്പോ ഈ കാരവന്മാര് വിചാരിക്കും, എന്താ മുസ്ലിയാർ ഇപ്പൊ ഇതൊക്കെ പറഞ്ഞിട്ട്, ഞാനൊക്കെ പോയി ചിരിക്കുകയാണ്. ചിരിച്ചോക്കി പുഞ്ചിരിച്ചോക്കി സഹോദരങ്ങളെ, പ്രായപരിധി ഒന്നുമില്ല. കേരളത്തിലൊക്കെ വാഴ വരുമ്പോ പറയും, ഒരു 75 വയസ്സുള്ള ഒരാള് വാഴ കഴിഞ്ഞു പോയിട്ട് നേരെ വീട്ടിൽ ചെന്ന് ഭാര്യയെ കണ്ടു, പുതിയെണ്ണയെന്ന് വിളിച്ചോക്കട്ടെ, പുതിയെണ്ണയെന്ന്. എന്തൊരു നല്ല. അപ്പൊ പുതിയെണ്ണ ഇങ്ങോട്ട്, മക്കളെ എൻ്റെ പുതിയാപ്പിളയാണേ, ഞങ്ങളെ ജീവിതം നിങ്ങൾക്ക് അറിയാം, പേരക്കുട്ടികളോട്. എന്തൊരു ഐശ്വര്യാണ്, എന്തൊരു ബറക്കത്തുള്ളതാണ്. മക്കളെ കാണുമ്പോഴുണ്ടാകുന്ന ഒരു പുഞ്ചിരി, ഒരു ഉപ്പ. ചെറിയ കുട്ടികളല്ല ഞാൻ പറയും, കല്യാണം കഴിച്ച മക്കൾ, കല്യാണം കഴിച്ചു പോയ മക്കൾ, ആ മക്കളൊക്കെ അടുപ്പിച്ചിരുത്തിയിട്ട് ഇങ്ങനെ ചോറ് കഴിക്കുക. ഇത് കല്യാണം കഴിച്ച മക്കള് നമ്മുടെ കൂടെ ഇരുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കോടുമ്പോഴുണ്ടാകുന്ന എന്തൊരു അനുഭൂതിയായിരിക്കുന്നു. പക്ഷെ അതൊക്കെ നിങ്ങളുടെ നാട്ടിലെ ഹാലെന്താ എനിക്കറിയില്ല. അതൊക്കെ ചില നാടുകളൊക്കെ പോയിക്കൊണ്ടിരിക്കുക, ഞങ്ങളുടെ രാജ്യങ്ങളിലൊക്കെ. സുബ്ഹാനല്ലാഹ്, ചിലപ്പോ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുമ്പോ സന്തോഷിക്കേണ്ട ആരാ? നമ്മുടെ ഭാര്യ മക്കളാ. നമ്മുടെ ഭാര്യ മക്കളെ നമ്മൾ സന്തോഷിക്കേണ്ടത്. ചില കുട്ടികളെ, ചില ഉപ്പമാരൊക്കെ വീട്ടിൽ ചെല്ലുമ്പോ മക്കള് അടുക്കളയിലേക്ക് ഓടും. അപ്പൊ ഉമ്മ ചോദിക്കും, എന്താ മക്കളെ? അപ്പൊ മക്കള് പറയും, അവിടെ വാപ്പ വന്നിട്ടുണ്ട്, എന്റെ നാട്ടിലൊക്കെ ആനിറങ്ങിയിട്ടുണ്ട്, എന്നോലെ പൊരിയില് വാപ്പ ഇറങ്ങിയിട്ടുണ്ട്. എന്തേ വാപ്പ? ഇതിനൊക്കെ വാപ്പ എന്ന് പറയുമെന്ന് നമ്മുടെ കുട്ടികൾ പേടിച്ചോടുക. നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോ ഭാര്യ വിറക്കുക, പേടിക്കുക. ഇതൊന്നല്ല മുസ്ലിമീങ്ങളെ റസൂലുള്ളാഹി പഠിപ്പിച്ചത്, ഇതൊന്നല്ല പഠിപ്പിച്ചത്. അത് ഒരു ഭർത്താവ് ഭാര്യക്ക് വഴിപ്പെടുക, ഇത് അന്ത്യനാളിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു ഭവിഷ്യത്തിന്റെ ആമുഖമാണ്. പക്ഷെ അതല്ല റസൂൽ പഠിപ്പിക്കുന്ന. നേരെ മറിച്ച് നല്ല പുഞ്ചിരി, ഭാര്യയുടെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചാൽ കിട്ടുന്ന, ഇത് മൈക്ക് ഓഫാക്കി പറയണ. ചിലപ്പോ ഭാര്യമാര് കേട്ട പ്രശ്ന, ഉസ്താദെ പറയും, അടുത്ത കാലത്തൊന്നും ആ മനുഷ്യൻ പുഞ്ചിരിച്ചിട്ടില്ല എന്നിപ്പോ പറയുന്ന ഭാര്യമാരുണ്ടാവും. ചില മനുഷ്യന്മാരൊക്കെ എന്തരങ്ങള്, എന്ത് കടുപ്പാന്നറിയാം, എന്ത് വാശിക്കാരാണ്. പള്ളിയിൽ വന്ന നല്ല ചിരിയും കളിയും തമാശകളും, ഉസ്താദുമാരെ കണ്ട എന്തൊരു നല്ല സ്വഭാവം അറിയോ. വീട്ടിൽ ചെന്ന നരിമോട്, വീട്ടിൽ ചെന്ന നരിമോട്. നഊദു ബില്ലാഹ്. ഇവിടെ എങ്ങനെ ഉണ്ടോ? നിങ്ങൾ കൈ പൊക്കരുതിട്ടാ, കയ്യേറ്റ പൊക്കരുത്. ഞാൻ അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ആചാര്യ പറഞ്ഞു പോയതാണ്. എനിക്ക് 2 ചരിത്രം അങ്ങ് പറഞ്ഞ 2 മണിക്കൂർ തികക്ക അറിയാത്ത ആളൊന്നുമല്ല, ഉസ്താദ്മാർക്കും അറിയാം. പ്രായൊരു ഉസ്താദ് അവിടെ ഇരുന്നിരുന്നു, ബേക്കൽ ഉസ്താദ് പഠിച്ചൊരു മുത്താലിമാണ്. അവർ പഠിക്കുന്ന കാലത്ത് ഞാൻ അവിടെ വയലിന് പോയിട്ടുണ്ട്. ഞാൻ അവിടെ വയല് വരാൻ പോയിട്ടുണ്ട്, ഷെയ്ഖുനാന്റെ അരികിൽ. ഷെയ്ഖുനെ വിളിച്ചിട്ട് അവിടെ വയലിന് പോകാൻ പറഞ്ഞു. അപ്പോ സാഹചര്യങ്ങൾ അറിയാം. ഒരു ശൈലി പറഞ്ഞു എന്നേ ഉള്ളൂ, നിങ്ങൾ കൈയൊന്നും പൊക്കണ്ട. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് പറയും. വീട്ടിൽ ചെന്ന നരിമൊഴി, മിണ്ടൂല്ല, ഒന്നുമില്ല, അക്കനത്തിൽ ഇങ്ങനെ. എന്ത് കനാറിയോ? ഇവിടെ ചില മുഖമൊക്കെ കണ്ട കനുള്ളവരുണ്ടോ തോന്നുക. അല്ലാഹ് കാക്കട്ടെ. ഒന്ന് ആമീൻ പറഞ്ഞാളി, അല്ലാഹു കാക്കട്ടെ. ഉള്ളതങ്ങ് പറയാലോ. എന്ത് ബറക്കത്താണ്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ കൈവെക്കരുതിട്ടാ, നിങ്ങൾ ഇങ്ങനെ നെഞ്ചത്ത് കൈവച്ച് ചിന്തിക്കുക. പടച്ചവരെ, എൻ്റെ മുത്താണല്ലോ എൻ്റെ ഭാര്യ, എൻ്റെ മക്കളുടെ ഉമ്മയല്ലേ അത്, എൻ്റെ കുട്ടികളുടെ ഉമ്മയല്ലേ അത്. ആ കുട്ടികളുടെ ഉമ്മയോട് ഞാൻ ഏത് നിലക്ക പെരുമാറുന്നത്? അവിടെ കൽബിൽ കുളിർമ വേണ്ടേ? അവർക്കൊരു സന്തോഷം വേണ്ടേ? വീട്ടിൽ ചെന്നാൽ ഒരു ഭാര്യയ്ക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ളൊരു ഘട്ടം ഭർത്താവിനെ കാണുമ്പോഴുണ്ടാകുന്ന ആ അനുഭൂതിയുള്ള, ഭർത്താവിനെ കാണുമ്പോഴുള്ള ഒരു രംഗം. അജരെ, നമ്മളെ കണ്ട നമ്മളെ ഭാര്യക്ക് സന്തോഷം ഉണ്ടാകും. എന്താ നിങ്ങളെ ഹാല്? നമ്മളെ ഹാലെന്താ? സന്തോഷാണോ അതോ പേടിയാണോ? ഇതല്ല വേണ്ടത്. എന്നിട്ട് അവരോട് പിണങ്ങിയിട്ട് മാസങ്ങളോളം പിണങ്ങി നടക്കുന്ന ഭാര്യമാരോട് പിണങ്ങി നടക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. മിണ്ടൂല്ല. അവൾക്ക് ഉണ്ടാക്കുന്നൊക്കെ കഴിക്കാറടിയ മിണ്ടൂല. അതിലേറെ വിഷമം നോക്കി നിങ്ങൾ, എന്റെ ഭാര്യയുടെ ഉപ്പ എന്റെ വാപ്പയുടെ സ്ഥാനത്താണ് അല്ലേ? ഇവിടെ എന്താ പറയാ? ഒന്ന് മൂളിയ ബീബികളെ, അമ്മോഷം എന്നല്ല പറയാ. അല്ല, ഇവിടെ പേര് മാറി കാക്കാന്ന്. കണ്ടോ? മാറ്റം വല്ലാതെ മാറ്റാ.
ഇവിടെ കാക്കാന്ന് പറയാം, ഞങ്ങളുടെ കാക്കക്ക് വേറെ പറയാ. ഞാൻ പണ്ട് പെട്ടിട്ടുണ്ട്, ഉസ്താദ്മാർക്കൊക്കെ അറിയാം. ഒരു 25 കൊല്ലം മുമ്പാണ് എൻ്റെ ഓർമ്മ. മംഗലാപുരത്ത് ഏത് ഏരിയ എന്ന് എനിക്കറിയില്ല. 25 കൊല്ലം മുമ്പാണ്, അതെനിക്കറിയാം. വയലിന് വന്നപ്പോൾ അന്നൊക്കെ ഒരു 12-1 മണിയാലും വയലിൽ നിർത്താനായിട്ടില്ല എന്നാ പറയാ. 1 മണിക്കൊന്നും വയൽ നിർത്തൂല. നമ്മളീ പ്രദേശങ്ങളൊന്നും 1 മണിക്ക് വയൽ നിർത്തൂല, അത് അനുഭവമുണ്ട്. അപ്പോൾ 2 മണി കഴിഞ്ഞിട്ട് വയൽ നിർത്തും. അപ്പോൾ ഞാനിങ്ങനെ അവിടെ നിന്ന് കുറേ ആളുകൾ ദ്വാരക്കാൻ ഏൽപ്പിച്ചപ്പോൾ പ്രസവിക്കാനെടുത്ത ഭാര്യമാർക്കൊക്കെ സുഖപ്രസവം കൊടുക്കല്ലാറുമായിരുന്നു. അപ്പം എല്ലാവരും ചിരിക്കുന്നു. ഞാൻ ദ്വാരക്കുമ്പോൾ അജരങ്ങൾ ചിരിച്ച് എങ്ങനെ ഉണ്ടാവും? അപ്പൊ എല്ലാവരും ചിരിക്കുന്നു. അപ്പൊ അവിടെ ഇരിക്കുന്ന ഒരു ഉസ്താദ്, അന്ന് മലപ്പുറത്തുള്ള ഒരു ഉസ്താദാണ്. ഞാൻ ഉസ്താദിനോട് ചോദിച്ചു, ഇവരെന്തല്ലേ ചിരിക്കണോ ചോദിച്ചു. അപ്പൊ ഉസ്താദ് എന്നോട് പറഞ്ഞു, ഇവിടെ ഭാര്യ എന്ന് പറഞ്ഞൊരു നാടിന്റെ പേരാണ്, ഒരു പഞ്ചായത്തിന്റെ പേരാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഭാര്യക്ക് എന്താ പറയാ? ഇവിടെ പെരിച്ചായി എന്നാ പറയാ. ഞാനങ്ങോട്ട് തോരുന്നില്ലേ, പടച്ചവനെ പെരിച്ചായികൾക്ക് ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ് അങ്ങോട്ട് തോരുന്നു. സംഭവം CD അതിന്റെ ഇറങ്ങിയത്. അന്നൊക്കെ CD അല്ല, അത് എന്താ പറയാ, കേസറ്റ് ഇറങ്ങുന്നതാണ്. ഈ അന്നതൊക്കെ പറ്റ ചോട്ടേക്കാരതൊക്കെ ഞാൻ പറയുന്നത്. അന്ന് കേസറ്റ് ഇറങ്ങുന്ന സമയമാണ്. അപ്പൊ ഒരു വയസ്സായ ആള് പറഞ്ഞു, ഉസ്താദേ പെരിച്ചായി അല്ല പെഞ്ഞായിയാണ്, കുടുങ്ങിപ്പോയില്ലേ. അപ്പൊ ഓരോ നാട്ടില്, നിങ്ങൾ നമ്മളെ നാട്ടിൽ വന്ന് നോക്കി, അവിടെ വേറെ ലോക. അവിടൊക്കെ സംസാരം എന്ന് പറഞ്ഞ ഭാര്യക്ക് സംസാരം എന്നറിയാം. ഒരു നാടിന്റെ അവസ്ഥ ഒക്കെ നിങ്ങൾ ഇപ്പൊ ഇവിടെ അമ്മോഷന് കാക്കാന്ന് പറയാ. അപ്പോ ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് ആശയം തരൂലേ? എന്റെ ഭാര്യയുടെ ഉപ്പ അതെന്റെ വാപ്പയാണ്, എന്റെ ഭാര്യയുടെ ഉമ്മ അതെന്റെ ഉമ്മയാണ്. പക്ഷേ അത് ഉമ്മയാണെന്നൊരു ബോധം, വാപ്പയാണെന്നൊരു ബോധം ഈ പുതിയ തലമുറക്ക് നഷ്ടപ്പെടുന്നുണ്ട്. എവിടെയാണ് ബറക്കത്ത് അല്ലാഹു തആല നൽകുക? ഭാര്യയുടെ ഉമ്മ, ഭാര്യയുടെ ഉപ്പ. ഒരു വാശി പിടിച്ചൊരു ലോകം, വാശി പിടിച്ചൊരവസ്ഥ. അത് പറഞ്ഞ ചിലപ്പോ നിങ്ങൾക്ക് എന്നോട് വെറുപ്പാവും. വെറുത്താലും കുഴപ്പമില്ല, ഞാൻ ഇപ്പൊ പോവുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്. ഞാൻ പറയുന്നത്, എന്റെ ഓർമ്മയിൽ ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ ഭാര്യയുടെ ഉപ്പ 6 മാസത്തിലേറെ ക്യാൻസർ പിടിച്ച് എല്ലായി കിടന്നു. ഒരൊറ്റ പ്രാവശ്യം കാണാൻ പോയതുമില്ല, ഈ പെൺകുട്ടിയോട്ട് വിട്ടതുമില്ല. ഇവിടങ്ങളിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാ. ഒന്ന് മൂളി അബീബികളെ അജിക്ക, അങ്ങക്കൊന്ന് മൂളിക്കൂടെ. നിങ്ങള് അൽഹംദുലില്ലാഹ് 2-3 പ്രായമുള്ളവർ അവിടെ ഇരിക്കുന്നു. അള്ളാഹു അവർക്ക് ആഫിയത്ത് കൊടുക്കട്ടെ. ഇതൊക്കെ ഒരു 10-20 കൊല്ലം മുമ്പേ നിങ്ങളെ നാട്ടിൽ വാതിന് വരുമ്പോ മുൻനിരയിൽ എത്ര പ്രായമുള്ളവർ ഇരിക്കുന്നറിയാം. എത്ര പ്രായമുള്ളവരാ. ഇപ്പോഴും കുറഞ്ഞ ആളുകൾ ഇവിടെ കാണുന്നു. അള്ളാഹു ഒരു നാട്ടിലെ പ്രായം ചെന്നവർ, അവരാണ് നാട്ടിന്റെ അഭിമാനം, അവരാണ് വലിയ ബറക്കത്തുള്ള മുഅ്മിനീങ്ങൾ. അള്ളാഹു അവർക്ക് ബറക്കത്ത് കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, എന്ത് വാശിയാന്നറിയോ? 6 മാസത്തോളം ഭാര്യയുടെ ഉപ്പ സുഖമില്ലാതെ കിടന്നിട്ട് ഒരൊറ്റ പ്രാവശ്യം കാണാൻ പോയതില്ല, വിട്ടതില്ല. ആള് നിസ്കാരക്കാരനാണ്, 5 വക്തത്തിനും പള്ളിയിൽ വരുന്ന ആളാണ്. അങ്ങനെ ഇവിടങ്ങളിലൊക്കെ ഉണ്ടാ. ഒന്ന് മൂളിയ ബീബിങ്ങളെ, ഇവിടങ്ങളിലൊക്കെ ഹാൽ എന്താണ്? ഞാനൊന്ന് ചോദിച്ചിട്ടില്ലല്ലോ. അല്ലെങ്കിൽ അല്ല, അത് വേറെന്തൊക്കെ അവിടെ വരുന്നുണ്ട്, ഇങ്ങനെ കേൾക്കുന്നുണ്ട്. നമ്മുടെ ഇവിടങ്ങളിലെ കുറച്ച് കാട് കയറുന്നുണ്ട്. വലിയ മഹബത്തിന്റെ ഒരു നാടാണ്. മഹാന്മാരുടെ തലര് കിട്ടിയ പാദസ്പർശം ഏറ്റൊരു മണ്ണാണ്. ഈ മണ്ണിൽ ബറക്കത്തുണ്ട്. അള്ളാഹു നിലനിർത്തുമാറാവട്ടെ, അള്ളാഹു നിലനിർത്തുമാറാവട്ടെ. നമ്മളെ അതാ ബറക്കത്ത് എടുത്തു കളയരുത്. ആ ബറക്കത്ത് നമ്മെ കൊണ്ട് നശിപ്പിച്ചാൽ എന്നേക്കും നമ്മൾ അനുഭവിക്കേണ്ടി വരും, നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞു വരുന്നത്, ഭാര്യയുടെ ഉപ്പയോട് പിണങ്ങിയിട്ട് 6 മാസത്തോളം ക്യാൻസർ പിടിച്ചു കിടന്ന് ഒരൊറ്റ പ്രാവശ്യം കാണാൻ പോയതില്ല ഈ ഭാര്യയെ. ഈ പെണ്ണിന്റെ വാപ്പയാണല്ലോ, വിട്ടതുമില്ല. അയാൾ മരിച്ചു. എനിക്ക് പരിചയമുള്ള 2 കുടുംബങ്ങളാ. ഈ ഉപ്പാനെ എനിക്കറിയാം, മരുമകനെ എനിക്കറിയാം, അഥവാ ഈ പുതിയാപ്പിളെ എനിക്കറിയാം. ഈ വാപ്പ മരിച്ചു. ഒരു ഓട്ടോറിക്ഷ വിളിച്ചു പോകാനുള്ള വഴിദൂരല്ല ഈ ഉപ്പ കിടക്കുന്ന സ്ഥലവും ഈ പെൺകുട്ടി താമസിക്കുന്ന വീടും. മഗ്രിബിന്റെ ശേഷം മരിക്കുന്നത്. അങ്ങനെ മഗ്രിബ് കഴിഞ്ഞു, ഇശാ കഴിഞ്ഞു, ഈ മനുഷ്യൻ വീട്ടിൽ വന്നു. ഈ പെണ്ണുണ്ടാക്കി കൊടുത്ത ഭക്ഷണം കഴിച്ചു. അപ്പോഴേക്കും മൈക്കിലൂടെ വിളിച്ചു പറയുന്നുണ്ട്, ഇന്ന ആള് മരണപ്പെട്ട നാളെ 10 മണിക്ക് മയ്യിത്തെടുക്കും. വിവരങ്ങളൊക്കെ അറിയിക്കുന്നുമുണ്ട്. പക്ഷെ ഈ പെൺകുട്ടി വിചാരിച്ചത് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ പോകും, അല്ലെങ്കിൽ കൊണ്ടുപോകുമെന്നാണ്.
പോയതില്ല, ഈ പെൺകുട്ടിയെ വിട്ടതുമില്ല. നേരം വെളുപ്പിച്ചു. സ്വന്തം ഉപ്പ അപ്പുറത്ത് മരിച്ചടക്കുക. ആള് നല്ല നിസ്കാരക്കാരൻ. ഏത് മരുമകൻ. ഈ പെൺകുട്ടിയെ വിട്ടില്ല. ആ പെൺകുട്ടിയുടെ സ്വന്തം വാപ്പയാണത്. ഈ മനുഷ്യനൊക്കെ അല്ല വിടോ? നിസ്കാരക്കാരനാണ്, അല്ല വിടോ? അങ്ങനെ നേരം വെളുത്തു. ഈ മനുഷ്യൻ എഴുന്നേറ്റു. പള്ളിയിൽ പോയി നിസ്കരിച്ചു വന്നപ്പോ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ പെൺകുട്ടി. ആ ചായ കുടിച്ചു. സഹോദരങ്ങളെ, ഞാൻ നീട്ടുന്നില്ല. 10 മണിക്ക് മയ്യത്തെടുക്കും. 8 മണിയായിട്ടും പോകുന്നില്ല, വിടുന്നില്ല. ഈ പെണ്ണ് 2 ദോശ ചുട്ടുകൊടുത്തത്രേ. അയൽവാസികൾ പറയാ, ഈ പെൺകുട്ടി ആ മനുഷ്യൻ കിടക്കുന്ന കട്ടിലിന്റെ അരികിൽ പോയിട്ട് ഇതങ്ങനെ കരയും. അടുക്കൽ പോയിരുന്ന് അങ്ങനെ വാവിട്ട് കരയും. വാപ്പപ്പുറത്ത് മരിച്ചടക്കല്ലേ. അവസാനം 8 മണിക്ക് 2 ദോശ ചുട്ടുകൊടുത്ത് ഈ മനുഷ്യൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ആ പെണ്ണ് നിലത്തിരുന്നിട്ട് ഭർത്താവിന്റെ മടിയിൽ ഇങ്ങനെ കൈവച്ച് ഭർത്താവിന്റെ കവളത്ത് നോക്കിയിട്ട് പറഞ്ഞു, എൻ്റെ ഉപ്പ മരിച്ചിട്ടുണ്ട്. ഇന്നലെ മഗ്‌രിബിന് ശേഷം നിങ്ങൾക്ക് പൊരുത്തമുണ്ടെങ്കിൽ, 100% പൊരുത്തമുണ്ടെങ്കിൽ ഞാനൊന്ന് പോയിട്ട് വരട്ടെ. ഒരു നോക്ക് കാണും. മയ്യത്തെടുക്കാൻ നിൽക്കൂല. ഞാൻ ഓടി വരും. മുഖം കണ്ടത് ഓടി വരാം. ആഞ്ഞടിച്ചു. ആ പെണ്ണിനെ അടിച്ചോ എന്നല്ല, ആ പെണ്ണ് ബോധം കെട്ടുപോടും. മനുഷ്യ, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അവന്റെ ഭാര്യ എങ്ങാനും കരഞ്ഞുപോയാൽ ശിക്ഷയുണ്ടെന്ന ദീൻ പഠിപ്പിച്ചു. കുട്ടിക്കളിയല്ല, ശിക്ഷയുണ്ടെന്ന ദീൻ പഠിപ്പിച്ചത്. ഈ പ്രസംഗിക്കുന്ന മുസ്ലിയാരുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എന്റെ മക്കളുടെ ഉമ്മ കരഞ്ഞാൽ ഞാൻ ചിലത് അനുഭവിക്കേണ്ടി വരും. അവരെ കരയിപ്പിക്കരുത്, അവരെ വിഷമിപ്പിക്കരുത്. അവര് നമ്മുടെ എല്ലാമെല്ലാമാണ്. അവര് നമ്മുടെ എല്ലാമെല്ലാമാണ്. ആ പെൺകുട്ടിയുടെ ഉപ്പ വാപ്പ മരിച്ചു കിടക്കുന്നുവെങ്കിൽ നാം വഴികൾ കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. പക്ഷേ ആരോടാണ് ധിക്കാരം കാണിക്കുന്നത്? നിസ്കാരമുണ്ട്, ശുദ്ധനാണത്രേ, ആട് നല്ല ശുദ്ധനാണ്. പക്ഷേ വീട്ടിൽ ഒരു സ്വഭാവമില്ലാത്ത മനുഷ്യൻ, വീട്ടിൽ അടുക്കളയിൽ ചെന്നാൽ വളരെ വൃത്തികെട്ട സ്വഭാവമുള്ള മനുഷ്യൻ, പുറത്തു വന്നാൽ നല്ല ശുദ്ധനാണ്. കുറെ ആളുകൾ അങ്ങനെ വളരുന്നുണ്ട്. നിങ്ങളുടെ നാട്ടിലൊന്നും ഇല്ലട്ടാ. നിങ്ങൾ നമ്മൾ പേടിപ്പിച്ച് നോക്കല്ലേ. ഇവിടെ ആരുമില്ല. ഞാൻ ഏതോ രാജ്യത്തെ കുറിച്ചേ പറയുന്നു. ഇവിടെ ആരുമില്ല. ഞാൻ അങ്ങനെ അങ്ങ് പറയാം. നിങ്ങളെ കണ്ട കുറച്ച് ചൂടുള്ള ആളെ തോന്നുന്നുണ്ടാ. നിങ്ങൾ ചൂടുള്ള ആളെ തോന്നുന്നുണ്ട്. അള്ളാഹു ബർക്കത്ത് നൽകട്ടെ, അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഭാര്യമാരോട് കടുപ്പം കാണിക്കുന്ന, അത് സ്വന്തം ഭാര്യയുടെ ഉപ്പ മരിച്ചാലും ഉമ്മ മരിച്ചാലും തിരിഞ്ഞു നോക്കാത്ത മരുമക്കള്, എന്ത് ബറക്കത്താ ഉള്ളത് നാട്ടുകാരെ, എന്ത് ഐശ്വര്യമാണുള്ളത്. അതിലേറെ ഭാര്യമാരെ തല്ലിക്കൊല്ലുന്ന മനുഷ്യന്മാർ, ഭാര്യമാരോട് പല വിഷമങ്ങളും കാണിക്കുന്ന, അൽഹംദുലില്ലാഹ്, ശൈഖുനയുടെ ആലിക്കുഞ്ഞ് ഉസ്താദ് വലിയ മഹാനാണ്. നേരത്തെ പറഞ്ഞ ബേക്കൽ ഉസ്താദ് അടക്കമുള്ള മഹാന്മാർ വല്ലാതെ ബഹുമാനിക്കുന്ന അതൊരു ലോകാണ് ആലിക്കുഞ്ഞ് ഉസ്താദ്. താജു ശരിയ അതൊരു ഒരു ലോകമാണ്. മഹാനവരുടെ മോനാണ് ഇപ്പോൾ ഇവിടെ വന്നത്. അള്ളാഹു വലിയൊരു തൗഫീഖ് അല്ലാഹ് വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഉപ്പാന്റെ ബർക്കത്ത് കൊണ്ട്, ശൈഖുനാന്റെ ബർക്കത്ത് കൊണ്ട് ഒരു വലിയ ഭാവി അള്ളാഹു അനുജന് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, ഈ സദസ്സ് സമ്പന്നമാണ്. മഹാന്മാരുണ്ട്, വലിയ ആലിമീങ്ങളുണ്ട്. ഞാനിവിടെ പറഞ്ഞു വന്നത് 5 കാര്യങ്ങൾക്ക് വേണ്ടി ഭാര്യമാരെ അടിക്കൽ നല്ലതാണെന്ന് മഹാന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. 5 കാര്യങ്ങൾക്ക് വേണ്ടി. ഇന്ന് അടിയൊക്കെ, ഇവിടെ അടിയൊക്കെ ഉണ്ടോ? ഒന്നുമില്ല. ഇവിടെ അടിക്കലൊന്നുമില്ലേ ഭാര്യമാരെ? ഇങ്ങോട്ടൊക്കെ കിട്ടലുണ്ട, ഇങ്ങോട്ട് കിട്ടലുണ്ട. അജരെ എന്താ നിങ്ങളെ ഹാല്? ഇങ്ങോട്ട് കിട്ടലുണ്ട. ഞാൻ കണ്ണൂർ ഭാഗത്തൊരു ഭാഗത്തിന് പോയി. അപ്പൊ വാഴ് പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, ഇവിടെ സ്ത്രീകൾ പുരുഷന്മാരെ അടിക്കല്, പുരുഷന്മാർ സ്ത്രീകൾ അടിക്കല്. ഒരു വയസ്സായ ആചാര്യ, ഉസ്താദേ അങ്ങോട്ടും ഇങ്ങോട്ടുണ്ട്, ഇങ്ങോട്ടാ കൂടുതൽ കിട്ടലേ. അള്ളാഹു ആലോ, അത് കുറച്ച് പറയാ.
ഒരു 5 മിനിറ്റ് ഒക്കെ പറയണമെന്നുണ്ട്. ഭാര്യമാരെ ഇപ്പൊ ഭർത്താക്കന്മാരോട് കാണിക്കുന്ന അവസ്ഥകള് പേടിച്ചിട്ട് ഞാൻ ജിദ്ദയിൽ വെച്ച് ഈ അടുത്ത് ഒരു ഹാജിയെ കണ്ടു. അയാൾക്കൊരു 5 തലമുറയുടെ 5 തലമുറക്ക് വളർത്താനുള്ള കഴിവല്ല കൊടുത്തിട്ടുണ്ട്. അയാൾ വീണ്ടും ഗൾഫിൽ പോയിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് മതിയായില്ലല്ലേ? ഈ കണ്ട കോടികൾ റബ്ബ് തന്നിട്ട് വീണ്ടും നിങ്ങൾ പ്രവാസി ഗൾഫിൽ കൂടിയില്ലേ? അപ്പൊ ഇയാൾ എന്നോട് പറയാ, ഉസ്താദെ കളിയാക്കരുത്, തമാശ. അപ്പോ പരിചയമുള്ള ആളെ വെറുക്കുന്ന ആളൊന്നല്ല. പക്ഷെ അയാൾ കരഞ്ഞു. എന്താണ് അയാളെ കരച്ചതറിയാം? അപ്പൊ ഞാൻ ചോദിച്ചു, എന്തോ ഒരു വിഷമമുണ്ടല്ല. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, എൻ്റെ ദുനിയാവെന്നും ആഖിറത്തെന്നും ഭാര്യയുടെ മുഖം കാണേണ്ട ഗതി വരരുത്, മക്കളുടെ മുഖം കാണേണ്ട ഗതി വരരുത്. ഒരു നല്ല മനുഷ്യനാണ്, ഒരു നല്ല തഖ്വയുള്ളൊരു മഹാനാണ്. അയാൾ പറയാ, ദുനിയാവിൽ വെച്ചും ആഖിറത്തിൽ വെച്ചും ഭാര്യയുടെ മുഖം കാണേണ്ട ഗതി വരരുത്, മക്കളുടെ മുഖം കാണേണ്ട ഗതി വരരുത്. അത് നിങ്ങൾ ദ്വാരക്കണം. മാത്രല്ല ഞാൻ അതിന് വേണ്ടി മദീനയിൽ വന്ന് ഇവിടെ അങ്ങനെ കൂടി മരിക്കണം എന്നുള്ള ആഗ്രഹം. ഞാൻ ചോദിച്ചു, ആചാര്യ പാവങ്ങളാണ്, നിങ്ങളങ്ങനെ പറയരുത്. അപ്പൊ ഇയാള് പറയാ, പ്രവാസ കോവിഡ് കാലത്ത് വിസ മുടക്കിയിട്ട് നാട്ടിൽ വന്ന് 1:30 മണി രാത്രി 1:30 മണി കഴിഞ്ഞിട്ട് മോനിങ്ങനെ വന്നത്ര വീട്ടില്. അപ്പൊ ഒന്ന് ദേഷ്യം പിടിച്ചേടാ, നീ എവിടത്തേക്കാ? മലപ്പുറം ഭാഷയാണ് കേട്ടാ. നീ എവിടത്തേക്കാ പോയിരുന്നത്? ഈ 1:30 മണി വരെ നീ എവിടെ ഇരുന്നടാ എന്ന് പറഞ്ഞപ്പോ ഭാര്യ പുലിയെപ്പോലെ വന്നിട്ട് 10-30 കൊല്ലം ഊരി ചുറ്റി നടന്നിട്ട് ഇപ്പൊ ഞങ്ങളെ ബ്രേക്ക് ഇടാൻ അങ്ങനെ ഉണ്ടല്ല, ഞങ്ങളെ പഠിപ്പിക്കാൻ വരികയെന്ന് ഭാര്യ പറഞ്ഞു. ഒരു മോനോടൊരു വാക്ക് ചോദിച്ചിട്ടേ ഉള്ളൂ. മോനോട് അതിനാണ് ഇപ്പൊ ഇതെല്ലാം കേൾക്കേണ്ടി വന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കി. അയാള് പറയാ, ഉസ്താദേ എനിക്കൊന്നും വേണ്ട, എല്ലാവരും എടുത്തോട്ടെ, അവരെ മുഖം എനിക്ക് കാണണ്ട്. മക്കളോടൊന്ന് ശകാരിച്ചതിന് ഭാര്യ മക്കളുടെ മുന്നിൽ വെച്ച് തെറിപ്പൂരം നടത്തി, തെറി വിളിച്ചു ഭർത്താവിനെ. ഇവിടങ്ങൾ അങ്ങനെ ഉണ്ടാ? അജര നിങ്ങൾ എന്തിനു കേട്ടിട്ടുണ്ടാ? നിങ്ങൾ ചീത്തട്ട് പറഞ്ഞിട്ടുണ്ടാ? അള്ളാഹു കാക്കട്ടെ, ആമീൻ പറഞ്ഞോളി, അള്ളാഹു കാക്കട്ടെ. ഭാര്യയൊക്കെ മക്കളെ, ചോട്ടക്കുട്ടികൾ നിങ്ങൾ കല്യാണം കഴിക്കുമ്പോൾ ശ്രദ്ധിച്ചുകൊണ്ടിട്ടാ, അവരത്തുനിന്ന് അടി കിട്ടേണ്ട ഗതി വരുത്തരുത്, അവരുടെ അരികിൽ നിന്ന് അടി കിട്ടേണ്ട ഗതി വരുത്തരുത്. ഏതാലാവട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് 5 സ്ഥലങ്ങളിൽ 5 ഘട്ടങ്ങൾ ഭാര്യമാരെ അടിക്കൽ അനുവദനീയ. 5 ഘട്ടങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ച്. ഇപ്പൊ വല്ലാത്തൊരു ഉറക്ക് വന്ന ആള് വരെ ഉണർന്നു നോക്കണത് അതേതാ? അത് വേണം നമുക്ക്. അത് പറയൂല, 5ഉം പറയില്ല, ഒന്നും പറയൂല. മുമ്പൊക്കെ പറയും 5 ഘട്ടങ്ങൾ ഭാര്യമാരടിച്ചാൽ കിട്ടുന്ന ഖൈർ എന്നൊക്കെ പറയും. ഒരു സ്ഥലത്ത് വാഴ് കഴിഞ്ഞു പോകുമ്പോ ഒരു കുട്ടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ നിങ്ങളെ വാഴ് കേട്ടിട്ട് ഉമ്മാനെ എൻ്റെ ഉപ്പ കൊല്ലാനാക്കിയിട്ടുണ്ട്. പിന്നെ ഇന്ന് വരെ ഞാൻ ആ വാഴ് പറഞ്ഞിട്ടില്ല, പറയൂല. 5 സ്ഥലങ്ങളിൽ അങ്ങനെ ഉണ്ട്. പക്ഷേ ഇന്നൊരു വിഷയമില്ല, തൊട്ടിനും തൊടാത്തിനൊക്കെ ഭാര്യമാരെ അടിക്കുന്ന തല്ലുന്ന കുറെ മനുഷ്യന്മാർ. അല്ലാഹു തആല കാക്കുമാറാവട്ടെ. അരുത് സഹോദരങ്ങളെ, ഭാര്യമാരടിക്കരുത്. ഭാര്യമാരെന്ന് പറയുന്നത് നമ്മുടെ മക്കളുടെ ഉമ്മയാണ്. ഹിയ ഔലാദു ഉമ്മത്തിക, ഹിയ ഔലാദു ഉമ്മിക. നിങ്ങളുടെ ഉമ്മ, നിങ്ങളുടെ ഹിയ ഉമ്മ ഔലാദിക, നിങ്ങളുടെ മക്കളുടെ ഉമ്മയാണ്. ഹിയ ഉമ്മ ഔലാദിക, ഇത് നിങ്ങളെ മക്കളെ ഉമ്മല്ലേ എന്നാ ചോദിക്കുന്നത്. ഒരു മനുഷ്യൻ, നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങളെ മക്കളുടെ ഉമ്മയല്ലേ? അത് കേട്ടാൽ അറിയാതെ സന്തോഷം കൊണ്ട് കണ്ണറിയേണ്ടി വരും. നമ്മുടെ മക്കളുടെ ഉമ്മയാണ്, നമ്മുടെ ഭാര്യ. ഭാര്യമാരോട് എപ്പോഴും നല്ല സ്വഭാവം, നല്ല സന്തോഷം. 25 കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് ജീവിച്ച, അഥവാ 25ാമത്തെ വയസ്സിൽ 40 വയസ്സുള്ള ബീവി ഖദീജ ഉമ്മയെ റസൂലുള്ള കല്യാണം കഴിച്ചിട്ട് ഖദീജ ഉമ്മ ലോകത്തോട് വിട പറയുന്നത് വരെ റസൂലുള്ള 2ാമത്തെ പെണ്ണിനെ കല്യാണം കഴിച്ചിട്ടില്ല.
ഖദീജ ഉമ്മ ലോകത്തോട് വിട പറഞ്ഞതിന് ശേഷമാണ് ആയിഷ ബീവി അടക്കമുള്ളവരൊക്കെ കല്യാണം കഴിച്ചത്. ഇത് യാഥാർത്ഥ്യമല്ലേ? എന്നാൽ തന്നെ ആയിഷ ബീവി ഖദീജ ഉമ്മയുടെ വഫാത്തിന് ശേഷം ആയിഷ ബീവി ഒരു ഗ്ലാസ് ചായ കൊണ്ടുപോയി കൊടുക്കുന്നത് കണ്ടാൽ റസൂലുള്ള കരയും, ഭക്ഷണം കൊടുക്കുന്നത് കണ്ടാലും കരയും. അപ്പൊ ഒരിക്കൽ ആയിഷമ്മ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഞാൻ എന്ത് തന്നാലും അവിടുന്ന് കരയുന്നത് കാണുന്നു. നബിയേ, അവിടുത്തെ ഭാര്യമാരുടെ കൂട്ടത്തിൽ ഒരു പാവപ്പെട്ട ഒരു ചെറിയ പെണ്ണല്ല ഞാന്, എന്തെങ്കിലും വീഴ്ച ഉണ്ടാ? അപ്പൊ റസൂലുള്ള പറഞ്ഞു, ആയിഷ, വിഷമം കൊണ്ടല്ല, വെറുപ്പ് കൊണ്ടല്ല, 25 കൊല്ലം എനിക്ക് ഭക്ഷണം, എനിക്ക് ചായ വേണ്ടതൊക്കെ കൊണ്ടുവന്നിരുന്നത് എന്റെ ഖദീജയാണ്. അപ്പൊ നിങ്ങൾ ചായയുമായി വരുമ്പോ എന്റെ ഖദീജാനെ കണ്ണിലിങ്ങനെ പതിയും. അപ്പൊ ആയിഷ ഉമ്മ ഈ കാലഘട്ടത്തിൽ ഉമ്മമാർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു, ഒരു ഖദീജയെ കൊണ്ട് കുടുങ്ങിയാലല്ല, ഖദീജ അല്ലോ. അപ്പൊ റസൂലുള്ള പറയാ, ഇവിടെ ആരെങ്കിലും 2 കല്യാണം കഴിച്ചവരുണ്ടാ? അജരെ, നിങ്ങൾ 2 കല്യാണം കഴിച്ചിട്ടുണ്ടാ? ഇല്ലല്ലോ. ആഗ്രഹിട്ടുണ്ടാ? നിങ്ങൾക്ക് അല്ലോ ആഗ്രഹം ഉണ്ട് അജരത പറയണേ. അല്ലോ 2 കല്യാണം കഴിച്ചവരുണ്ടെങ്കിലേ ഞാൻ പറയാ, 2 കല്യാണം കഴിച്ചവരുണ്ടെങ്കിൽ എന്താ പറയാ, ജന്മനാ ഒരു പെണ്ണിന്റെ മദ്ഹ് മറ്റൊരു പെണ്ണിനോട് പറയാൻ പോകരുത്. ഹുസ്റാനം. 2 കല്യാണം കഴിക്കാത്തവരുണ്ടെങ്കിലേ ആ വഴിക്ക് ചിന്തിക്കണ്ട, നിങ്ങൾ കെട്ടാൻ പോകണ്ട, ഉള്ളതിൽ ബർക്കത്ത് കിട്ടാത്തവരുന്നു. തറാദാബുകാരല്ല. പണ്ട് ആമയൂർ ഉസ്താദ്മാർക്കൊക്കെ അറിയാം. ആമയൂർ ഉസ്താദിന്റെ കാലത്ത് വലിയ വാഴലായിരുന്നു. ഞങ്ങളുടെ ഉസ്താദ് പറയാറുണ്ട്, ആമയൂർ ഉസ്താദിന്റെ കാലത്ത് അതോ ഒരു കഥ, ഒരു സംഭവം ഇന്നും ചില പുസ്തകങ്ങളൊക്കെ കാണാറുണ്ട്. ആമയൂർ ഉസ്താദ് പറയുന്ന അന്ന് ഉസ്താദ്മാരിന്ന് കേട്ടിട്ടുള്ളത്. അപ്പൊ എന്താ സംഭവം? മരണത്തോട് ഇങ്ങനെ മല്ലിടുന്ന പെണ്ണ്, ഭാര്യ രോഗിയ, മരണത്തോട് മല്ലിടുക. അപ്പൊ പെണ്ണ് പറഞ്ഞു ഭർത്താവിനോട്, ഞാൻ മരിച്ചങ്ങൾ എന്തായാലും വേറെ കെട്ടുന്നറിയാം, കാരണം കുട്ടികളെ നോക്കും വേണം, നിങ്ങൾക്ക് വയസ്സായിട്ടില്ല, പക്ഷെ നിങ്ങള് പെട്ടെന്ന് അന്ന് തന്നെ കെട്ടരുതട്ടാ. എന്റെ കബറിങ്ങിലുള്ള വെള്ളം, വെള്ളമൊഴിച്ച വെള്ളം ഉണ്ടല്ല, ഇവിടെയൊക്കെ വെള്ളം ഒഴിക്കാറില്ലേ, ആ വെള്ളം വറ്റുന്നതിന് മുമ്പ് വേറെ കെട്ടരുതട്ടാ. അങ്ങനെ നിങ്ങൾക്ക് കേൾക്കണം. കല്യാണം കഴിഞ്ഞു, 1 ദിവസം കഴിഞ്ഞു, 1 മാസം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, വെള്ളം പറ്റുന്നില്ല. അപ്പൊ അളിയൻ ചോദിച്ചു, അളിയെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സ്ഥിതി ആകെ ബേജാറാ. അപ്പൊ അളിയൻ ചോദിച്ചു കല്യാണത്തിന്റെ കഥയെ. അപ്പൊ 1 കൊല്ലത്തോളായിട്ട് ഈ വെള്ളം പറ്റുന്നില്ല, ഖബറിങ്ങത്തെ വെള്ളം പറ്റണ്ടേ? അപ്പൊ പറഞ്ഞു അളിയനോട്, മോനെ, എനിക്ക് വേറെ കല്യാണം കഴിക്കാൻ മക്കളെ നോക്കാം, കെട്ടണം, പക്ഷെ നിന്റെ പെങ്ങൾ എന്നോട് വസിയത്ത് ചെയ്തിട്ടുണ്ട്, എൻ്റെ ഖബറിങ്ങളെ വെള്ളം വറ്റുന്നതിന് മുമ്പ് വേറെ കെട്ടരുത്. ഞാൻ അവളെ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്ന എൻ്റെ ഭാര്യയാണത്. അപ്പൊ അളിയൻ പറയാ, ആ ഇത്താത്ത എന്നോട് വസിയത്ത് ചെയ്തിട്ടുണ്ട്, എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ആ ഖബറിങ്ങ വെള്ളം ഒഴിക്കണം എന്നോട് വസിയത്ത് ചെയ്തിട്ടുണ്ട്, ഞാനാണ് വെള്ളം ഒഴിക്കാറുള്ളത്. ഇത് ആവേ ഉസ്താദ് പറയാറുണ്ട്, ഞാൻ ഉസ്താദ്മാരെന്ന് കേട്ടൊരു കഥ. അപ്പൊ ഞാൻ പറയുന്നത്, എന്താണെങ്കിലും ശരി, മക്കളെ, എൻ്റെ ചെറുപ്പക്കാരെ കുട്ടിയോടൊക്കെ പറയാറ്, ഒന്ന് കെട്ടിയിട്ടിങ്ങനെ അതിൽ ബറക്കത്ത് കിട്ടാൻ വരുന്നോളി, അത് നല്ല ബറക്കത്ത് കിട്ടാം. അജരെ, അതിലും നല്ല റാഹത്ത് കിട്ടാൻ വരുന്നോളി, നല്ല ബറക്കത്ത് ഐശ്വര്യണ്ടാ. നോക്കി നിങ്ങൾ, 65-ാമത്തെ വയസ്സിൽ ഖദീജ ഉമ്മ ലോകത്തോട് വിട പറയുമ്പോ അന്ന് നബി തങ്ങൾക്ക് 40 വയസ്സാണ്. ആ ഖദീജ ഉമ്മ വിട പറയുന്ന സമയത്ത് തമാശകൾ മാറ്റിവെക്കുന്നു എന്റെ അനുജന്മാരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവിടുത്തെ മടിയിൽ ഖദീജ ഉമ്മ തലവെച്ച് കിടക്കുന്നു. ആ ഉമ്മയുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി വെള്ളം അഷ്റഫുൽ ഖൽഖിന്റെ കാലിലേക്ക് ഒരു തുള്ളി തെറിക്കുമ്പോൾ എവിടെ നിന്നാണ് എന്റെ കാലിലേക്ക് വെള്ളം തെറിച്ചത്? അത് ഖദീജ ഉമ്മയുടെ കണ്ണിൽ നിന്നാണ്. റസൂലുള്ള ആ കണ്ണുനീര് തുടച്ചു കൊടുത്ത്, എന്റെ ഖദീജ,
എന്തിനാണ് കരയുന്നത്? ജനിക്കുമ്പോൾ സമ്പന്നയും മരിക്കുന്ന സമയം ദരിദ്രയാതിന്റെ പേരിലാണോ? ഞാൻ നിങ്ങളെ കല്യാണം കഴിക്കുമ്പോ സ്വർണ്ണാഭരണങ്ങളെ കൊണ്ട് പൊതിയപ്പെട്ട മഹതിയായിരുന്നു. ഇന്ന് പറയത്തക്ക വിധത്തിൽ ഒന്നുമില്ലല്ലോ. ഇതോർത്തിട്ടാണോ കരയുന്നത്? ഞാൻ നിങ്ങളെ കല്യാണം കഴിക്കുന്ന സമയം ഒരു ദിവസം 2-3 ജോഡി വസ്ത്രമാണ് ഖദീജ നിങ്ങൾ ധരിച്ചിരുന്നത്. ഇന്ന് എത്രയോ കഷ്ടങ്ങൾ വെച്ച ഒരു വസ്ത്രമാണ് ധരിച്ചിട്ടുള്ളത്. എന്തോർത്തുകൊണ്ടാണ് കരയുന്നത്? അല്ലാഹുവിന്റെ ഹബീബിന്റെ താടിരോമം പിടിച്ചു അവിടുത്തെ കവളത്ത് മുത്തം കൊടുത്തുകൊണ്ട് ഖദീജ ഉമ്മ പറഞ്ഞു, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, നബിയേ, ജനിക്കുമ്പോൾ സമ്പന്നയും മരണവേളയിൽ ദരിദ്രയാതിന്റെ പേരിലല്ല ഞാനങ്ങ് കരഞ്ഞു പോയത്. ഈ വസ്ത്രം ധരിച്ചതോർത്തിട്ടുമല്ല. എത്ര ആഭരണങ്ങൾ എനിക്കുണ്ടായിരുന്നു, ഇന്ന് പറയത്തക്ക വിധത്തിൽ ഒന്നുമില്ല. അതൊന്നും ഓർത്തിട്ടല്ല ഞാൻ കരയുന്നത്. ഈ പാവപ്പെട്ട ഞാനിന്ന് അവിടുത്തെ മടിയിൽ കിടക്കുന്നു നബിയേ. 25 കൊല്ലം അവിടുത്തെ ശരീരം തൊട്ടുകിടക്കാൻ, അവിടുത്തെ ശരീരം തൊട്ടുകിടക്കാൻ അല്ലാഹു തആല എനിക്ക് തൗഫീഖ് നൽകിയല്ലോ, എനിക്ക് ഭാഗ്യം നൽകിയല്ലോ. ലോകത്ത് ഇന്ന് വരെ ഒരൊറ്റ പെണ്ണിനും ആ ഭാഗ്യം അല്ലാഹു കൊടുത്തിട്ടില്ല. അവിടുത്തെ ശരീരം തൊട്ടുകിടക്കാൻ 25 കൊല്ലം കിടക്കാൻ എനിക്ക് അല്ലാഹു ഭാഗ്യം നൽകിയെങ്കിൽ അൽഹംദുലില്ലാഹ്, അത് കാരണമായി ഞാൻ സ്വർഗത്തിൽ കടന്നേക്കാം. ഞാൻ സ്വർഗത്തിൽ കടന്നാൽ തന്നെയും എത്രയോ താഴ്ന്ന പദവിയിലായിരിക്കും, അവിടുന്ന് ഉയർന്ന പദവിയിലായിരിക്കില്ലേ. ഈ കിടത്തം എനിക്ക് അവിടെ കിടക്കാൻ കഴിയോ? അതോർത്തുകൊണ്ടാണ് ഞാൻ കരഞ്ഞത്. ഖദീജ, അങ്ങ് കരയല്ല ഖദീജ, ഇതുപോലെ എന്റെ മടിയിൽ അവിടെ കിടക്കാൻ കഴിയും. ആ സമയം മുസ്ലിമീങ്ങളെ ഖദീജ ഉമ്മ പറഞ്ഞു, 25 കൊല്ലത്തെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വിഷമം അവിടത്തേക്ക് ഉണ്ടായിട്ടുണ്ടോ? ലാ യാ ഖദീജ, ഇല്ല ഖദീജ, ഇല്ല ഇല്ല. ഉടനെ തന്നെ റസൂലുള്ളാഹി പറഞ്ഞു, ഖദീജ, ഭർത്താവ് എന്ന നിലക്ക് എന്റെ അരികിൽ നിന്ന് അങ്ങോട്ട് വല്ലതും ഉണ്ടായിട്ടുണ്ടോ? ലാ യാ റസൂലല്ലാഹ്. സഹോദരങ്ങളെ, നമ്മൾ പാവങ്ങളാണ്, നമുക്കതുപോലെയൊന്നും ആവില്ല. എന്നാലും നമുക്കൊരു ചെറിയ എന്റെ മക്കളുടെ ഉമ്മയാണെന്നൊരു ബോധം നമ്മുടെ ഭാര്യയെ കുറിച്ച് വേണം. പെൺകുട്ടികളോട്, സഹോദരിമാരോട് പറയുന്നു, എന്റെ കുട്ടികളുടെ വാപ്പയാടുന്ന ബോധം അത് പെങ്ങന്മാർക്കും വേണം. അത് ഇല്ലാതെയായി പോകുന്നുണ്ട്. ഇതുണ്ടോ? അൽഹംദുലില്ലാഹ്, സന്തോഷമാണ്. ഞാൻ നിർത്തുന്നു. സന്തോഷമാണ്. അതില്ല എങ്കിൽ പ്രശ്നങ്ങളാണ്. എന്തൊരു കടുപ്പം! ഭാര്യമാരെ തല്ലുന്ന ആളുകൾ, ഭാര്യമാരെ വിഷമിപ്പിക്കുന്ന ആളുകൾ, എന്നിട്ട് ഉസ്താദുമാരോട്, സാദാത്തുക്കളോട് വന്നിട്ട് ദുആ ചെയ്യിപ്പിക്കും. കുറെ പ്രശ്ന, കുറെ പ്രതിസന്ധിയാണ്. എങ്ങനെ പ്രശ്നമില്ലാതിരിക്കും? വീട്ടിൽ പോയി ഒന്ന് പുഞ്ചിരിച്ചാൽ മതി. ഇത് ഹക്കാണ്. ഞാൻ ഈ ആലിമീങ്ങളെ, ശൈഖുനയുടെ മോനെ വരെ ഇരുത്തിയിട്ടല്ലേ ഞാൻ പറയുന്നത്. ഒന്ന് പുഞ്ചിരിച്ചാൽ മതി പിതാക്കളെ ഭാര്യയോട്. എന്നാൽ തന്നെ ഒരുവിധ രോഗക്കെ റാഹത്താവും, മനസ്സമാധാനം കിട്ടും, ശാന്തി കിട്ടും. ഞാൻ ഈ വാഴ നിർത്തുമ്പോ ഞാൻ ഒരു കാര്യം കൂടെ പറയുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാർ, ചിലപ്പോൾ നിങ്ങൾ സീഡിയിലൂടെയോ മറ്റൊക്കെ കേട്ടുകാണും ഒരു വല്ലാത്ത ചില അനുഭവങ്ങൾ. ഒരൊറ്റ മണിക്കൂർ നമ്മുടെ ഭാര്യ അങ്ങ് കിടന്നാൽ ആരാണ് നമ്മുടെ ഭാര്യ എന്ന് ശരിക്കും തിരിയും. 1 മണിക്കൂർ നമ്മുടെ ഈ ഇരിക്കുന്ന ഞാനും നിങ്ങളും അരമണിക്കൂർ ഒന്ന് കിടന്നോക്കട്ടെ, അല്ലെങ്കിൽ ഒരു അപകടത്തിൽപ്പെട്ടു നോക്കട്ടെ. അല്ലാഹു കാക്കട്ടെ, നിങ്ങൾ ആമീൻ പൊന്തിയിലട്ടാ, അല്ലാഹു കാക്കട്ടെ. അരമണിക്കൂർ ഒന്ന് കിടന്നാൽ ആരാണ് നമ്മുടെ ഭാര്യ എന്ന് ശരിക്കും തിരിയും. അപ്പോഴാണ് നമ്മുടെ ഭാര്യയെ കുറിച്ച് തിരിയ. ഞാൻ എന്റെ സംഘടനാ കുടുംബത്തിലെ കുട്ടി ബൈക്ക് അപകടത്തിൽപ്പെട്ടു. അവരെ കാണാൻ വേണ്ടി ഒന്ന് പോയി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. അവന് കാര്യമായ പരിക്കൊന്നുമില്ല. അവനെ കണ്ടുകൊട്ട് മടങ്ങുമ്പോ ഒരു മനുഷ്യൻ കമ്പിക്കൂട്ടിൽ കിടക്കാന്ന് പറഞ്ഞ അപകടത്തിൽപ്പെട്ട ടയറിന്റെ ഉള്ളിൽപ്പെട്ട് പച്ചയിൽ പറഞ്ഞ 2 കാല് 2 തൊട ചമ്മന്തിയായിട്ടുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലായ ഞങ്ങൾക്ക്? ഒന്ന് മൂളിയ ബീങ്ങളെ. 2 തൊട ചമ്മന്തിയായിട്ടുണ്ട്. 2 കാല് ഒരു ടയറിന്റെ ഉള്ളിൽപ്പെട്ട്.
ആ മനുഷ്യൻ വേദന കൊണ്ട് പുളകി മറിയുമ്പോ ഉസ്താദുമാരിരുത്തി കണ്ടൊരു കാഴ്ച, ഒരു വാക്യത്ത് നിങ്ങളോട് പറയാ. വേദന കൊണ്ട് പുളകി മറിയുമ്പോ അയാളുടെ ഭാര്യ തലഭാഗത്തിരുന്നിട്ട് ബുർക്ക ധരിച്ച പെണ്ണാണ്. ആ പെണ്ണ് ഭർത്താവിന്റെ മുഖം ഇങ്ങനെ തടവിക്കൊടുക്കുന്നു. മുസ്ലിമീങ്ങളെ, നമ്മുടെ പെണ്ണ് ആരാണെന്ന് ഓർക്കണം. നമ്മുടെ ഭാര്യ നമ്മുടെ ആഖിറത്തിലേക്കുള്ള റഹ്മത്താണ്. ആ പെണ്ണിങ്ങനെ മുഖം തടവിക്കൊടുക്കുന്നു. അയാൾ കാഷ്ടിച്ചു. നിങ്ങൾക്ക് ഉറക്കം വന്നിട്ടില്ലല്ലോ, ഉറങ്ങാനായിട്ടില്ല. അയാൾ കാഷ്ടിച്ചപ്പോ ഈ പെണ്ണൊരു പ്ലാസ്റ്റിക്കിന്റെ കവർ എടുത്തില്ല, ഒരു പേപ്പറിന്റെ തുണ്ടെടുത്തില്ല എന്ന് ആ പെണ്ണിന്റെ കൈപ്പട കൊണ്ട് ആ കാഷ്ടം ഇങ്ങനെ വടിച്ചെടുത്തു. ഞാൻ പറയുന്ന മനസ്സിലാണ്ട, ആ കൈപ്പട കൊണ്ട് ഇങ്ങനെ അറപ്പില്ല, വെറുപ്പില്ല. ഈ ഭാര്യ ഭർത്താവിന്റെ കാഷ്ടം ഇങ്ങനെ വടിച്ചെടുത്ത് ബാത്റൂമിൽ പോയി ഒരു ബക്കറ്റ് വെള്ളവുമായി ഈ പാവപ്പെട്ട മനുഷ്യനെ കഴുകാൻ വേണ്ടി വന്നപ്പോ ആ മനുഷ്യനുണ്ട് ഒരു പൊട്ടിക്കരച്ചിൽ. എന്ത് കരച്ചിലാന്നറിയോ? എന്നിട്ട് പറഞ്ഞു, ഞാൻ നിനക്കൊരു ഭാരായില്ലേ, റബ്ബിന്റെ ഖലാ പറ്റിപ്പോയി. ആ സമയം ഈ പെണ്ണ് ഭർത്താവിന്റെ കവിളത്ത് മുത്തം കൊടുത്തു. ആ കവിൾത്തടം പിടിച്ചിട്ട് പറഞ്ഞു, ഞാനുള്ള കാലങ്ങൾ കുടുങ്ങൂല. മുസൽമാൻ, അന്നാണ് നമ്മുടെ ഭാര്യ ആരാണെന്ന് തിരിയുക. ഭാര്യമാരെ വേദനിപ്പിക്കരുത്, ഭാര്യമാരെ കരയിപ്പിക്കരുത്, ഭാര്യമാരെ വിഷമിപ്പിക്കരുത്. അവർ നമ്മുടെ എല്ലാമാണ്. ഞാനൊന്ന് തുറന്ന് പറഞ്ഞു, ഒരു വിഷയം ഇങ്ങനെ കൊണ്ടുവന്നപ്പോ അങ്ങ് പറഞ്ഞു പോയതാ. നമ്മുടെ നാടുകൾ ഇവിടങ്ങളിൽ എത്തുന്നുണ്ടെന്നാ കേൾക്കുന്നത്, ഇവിടങ്ങളിൽ വരുന്നുണ്ടെന്ന് ഭാര്യയും ഭർത്താവും പിടങ്ങുന്നുണ്ടത്ര. അത് മംഗലാപുരം പ്രദേശത്തും ഇപ്പൊ 2-3 സ്ഥലത്ത് വാതിന് വന്നപ്പോഴും വിവരങ്ങൾ കിട്ടി. ഫോൺ ചെയ്ത് ഓരോരുത്തർ പറയുന്നു. ഫോൺ ഇപ്പൊ ഇവിടെ വരുമ്പോ ഒരാൾ വിളിച്ചു, അതിനപ്പോ ഈ വാത് പറഞ്ഞത്. അതിനാണ് ഞാൻ ഈ ഭാഗം പറഞ്ഞത്. ഭാര്യയും ഭർത്താവും, അജരെ എന്താ നിങ്ങളെ ഹാല്, ഇവിടെ അങ്ങനെ പിണക്കണ്ട, ഇവിടെ അങ്ങനെ സംഭവമില്ല, ഉണ്ടെന്ന് ഒരാൾ ഫോൺ ചെയ്തല്ലോ, ഫോൺ ചെയ്തു. അതിനാണ് ഇപ്പൊ ഞാൻ അത് പറഞ്ഞത്. ഇതൊരു ദഅവത്തിന്റെ ഭാഗമായിട്ട് പറഞ്ഞത്. അല്ലോ, ഭാര്യമാരെ അടിക്കരുത്, ഭാര്യമാരെ വേദനിപ്പിക്കരുത്. ഭാര്യമാരെന്ന് പറയുന്നത് നമ്മുടെ എല്ലാമാണ്, അനുഗ്രഹമാണ്, മക്കളുടെ ഉമ്മയാണ്. ആ ഒരു ബോധമുണ്ടെങ്കിൽ മാതാപിതാക്കൾക്ക് എല്ലാ ദിവസവും ദുആ ചെയ്യാം. ഒരു യാസീനെങ്കിലും ഓതാൻ കഴിഞ്ഞാൽ അല്ലാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് സ്വർഗം കൊടുക്കുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് സ്വർഗം കൊടുക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുന്നത്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു. അൽഹംദുലില്ലാ, ഇരിക്കല്ല. അൽഹംദുലില്ലാ. ഞാൻ പറഞ്ഞു ആരാണ് മസൂദങ്ങൾ. ചെറിയ കുട്ടിയാകുമ്പോഴുള്ള പരിചയമാണ് എനിക്ക്. ഞാൻ പറഞ്ഞല്ലോ, ബഹുമാനപ്പെട്ട കൂറത്തങ്ങൾ പാപ്പാരാ. അല്ലാഹുവേ, ദറജ ഏറ്റി കൊടുക്കണേ അല്ലാഹ്. ഒരുപാട് പ്രാവശ്യം കൂടെ യാത്ര ചെയ്യാൻ ഞാൻ നിങ്ങളുടെ അവിടുന്ന് വരുന്ന മുമ്പ് തന്നെ പറഞ്ഞത്. ഒരു മുഖസ്തുതിയായിട്ട് പറയണ്ടല്ലോ വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങ് പറഞ്ഞു പോയത്. ഒരുപാട് പ്രാവശ്യം അൽഹംദുലില്ലാ, ധാരാളം പറയാനുണ്ട്. അതിൽ 1, 2 ഞാൻ നിങ്ങളോട് പറഞ്ഞു. ആ 2ഉം കൽബ് തട്ടി ഞാൻ പറഞ്ഞത്. ആരാണ് ഉപ്പാപ്പ എന്നുള്ളത് അവിടുത്തെ മോനാണ്. അതോടുകൂടെ അല്ലാഹു ഉപ്പയുടെ ഒരു നല്ലൊരു പൊരുത്തം കൂട്ടിയിട്ടുണ്ട്. ആ വാപ്പയുടെ 100% പൊരുത്തവും കിട്ടിയിട്ടുണ്ട്. എനിക്കറിയാം, ഞങ്ങൾ ഇവരുമൊത്ത് തന്നെ അൽഹംദുലില്ലാ ഉപ്പായുടെ കൂടെ മാത്രം ഞാൻ പറഞ്ഞല്ല യാത്ര. ആ ഒരു യാത്രയിൽ മക്കൾ ബീത്താത്തയുമുണ്ട്, മക്കളൊക്കെ ഉണ്ട്. അപ്പൊ ഈ മക്കളോട് പ്രത്യേകിച്ച് ഈ മോനോട് കാണിച്ചിരുന്ന ഒരു മഹബത്തും ശൈലിയൊക്കെ അത് ശരിക്കും ഇങ്ങനെ കണ്ട് ആസ്വദിച്ചവനാണ് ഞാനൊക്കെ. അപ്പൊ ആ തണലും ആ പൊരുത്തും മതതൊക്കെ കിട്ടിയൊരു കുട്ടിയും കൂടിയാണ് നമുക്ക് ഇവിടെ ദുആ ചെയ്യാൻ വന്നിട്ടുള്ളത്. അല്ലാഹു ഉപ്പാപ്പയുടെ ദറജ ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. അവിടുത്തെ മദദ് അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. ഞാനിവിടെ ഈ പ്രസംഗം നിർത്തുന്നു. എനിക്ക് പോകാനുണ്ട്. എന്ന് വെച്ചാൽ അർജന്റ് എന്നുള്ളതല്ല, നാളെ അന്തമാനിലാണ് പരിപാടിയുള്ളത്. 5 മണിക്ക് എയർപോർട്ടിൽ എത്തണം, കോഴിക്കോട് എയർപോർട്ടിൽ. അപ്പോൾ അതങ്ങനെ ആയിപ്പോയതാണ്. അപ്പം നിങ്ങൾ പൊരുത്തപ്പെടുക. എനിക്ക്
ഞാൻ വല്ലാത്ത മഹബത്ത് വെക്കുന്ന ഒരു കുടുംബമാണിത്. അത് വാക്കുകൊണ്ട് ഒതുക്കിയല്ല ഞാൻ അങ്ങോട്ട് പറഞ്ഞു. അത് ഇരുത്തിയിട്ടൊക്കെ 2 വാക്ക് പറയാൻ എനിക്കൊരാഗ്രഹമൊക്കെ ഉണ്ട്. അപ്പോൾ സമയം ഇപ്പോൾ വൈകി. കോഴിക്കോട് എയർപോർട്ടിൽ 5 മണിക്ക് എത്തണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ദ്വാരക്കുക, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദ്വാ ചെയ്യും. ഇവിടുന്നും എനിക്ക് ദ്വാരക്കും വന്ന പ്രതീക്ഷയോടുകൂടെ ശൈഖുനയുടെ മോനത് അവിടെ ഇരിക്കുന്നത് താജുശ്ശരിയായ വലിയ മഹാനാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ശൈഖുന ബേക്കൽ ഉസ്താദ്, അവിടുത്തെ പൊരുത്തം അല്ലാഹു നമുക്ക് നൽകട്ടെ. അവിടുത്തെ സ്മരണ പുതുക്കുന്ന സദസ്സാണ്. എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് ഇവിടുന്ന് ദുആ ചെയ്തു തരുമെന്ന് അറിയിച്ചുകൊണ്ട് 2 വാക്കും കൂടെ പറയണമെന്ന്. എന്താ അറിയോ, ആചാര്യങ്ങനെ വിചാരിക്കണം, ഉസ്താദെ ഭർത്താക്കന്മാരെ കുറിച്ച് 2 വാക്ക് പറഞ്ഞില്ലൊരു മുള്ളെടുക്കൂട്ടാണ്. ഇവർക്കിങ്ങനെ തോന്നുന്നുണ്ട്. ഞാൻ പറയാൻ വിചാരിച്ചു ആചാര്യ, ഞാൻ പറയാൻ വെച്ചത് അവരെ മാത്രമല്ല, ഒന്ന് ഇങ്ങോട്ടും പറയണം. ഭർത്താക്കന്മാരോട് എപ്പോഴെങ്കിലും ഒരു ഭർത്താവിൻ്റെ ശരീരത്തിൽ നിന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്ന വസ്തുവും കൈകൊണ്ട് വടിച്ചെടുത്ത് കുടിച്ചു എന്ന് സങ്കല്പിക്കുക. എന്നാലും ഹക്കുകളിൽ നിന്ന് ഒന്നുപോലും വീട്ടിയെന്ന് പറയാൻ ഒരു പെൺകുട്ടിക്ക് കഴിയൂല. ഭർത്താക്കന്മാരാരാണെന്ന് പുതിയ തലമുറയിലെ പെൺകുട്ടികൾക്ക് തിരിയാതെ പോകുന്നുണ്ട്. എൻ്റെ സഹോദരിമാരെ, നിങ്ങളുടെ വിജയം ഭർത്താക്കന്മാരാണെന്ന് ഓർക്കണം. ആ വാക്ക് ഞാനിപ്പോൾ ഒതുക്കുകയാണ്. എന്നിട്ടുള്ളൊരു ഭാര്യയും ഭർത്താവും തമ്മിലൊരു പുഞ്ചിരിയുള്ള ജീവിതം. അങ്ങോട്ടും പുഞ്ചിരിക്കുക, ഇങ്ങോട്ടും പുഞ്ചിരിക്കുക. അള്ളാഹു ബർക്കത്ത് നൽകട്ടെ, അള്ളാഹു ഖൈർ നൽകട്ടെ. ഇൻഷാ അല്ലാഹ് അവിടെ നമുക്ക് ദുആ ചെയ്തു തരും മറ്റു ഉസ്താദുമാർ. അള്ളാഹു ഈ പൊന്നു മക്കള് ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ദുആർക്കും 50ഓളം മുതഅല്ലിമീങ്ങൾ ഈ ദർസിൽ മുഹീസുന്നയുടെ സന്തതികളാണ്. അൽഹംദുലില്ലാഹ് ശൈഖുനയുടെ പേരക്കുട്ടികളാണ്. അപ്പോൾ 50ഓളം മക്കൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ഈ ഉമ്മമാരാണ് ഭക്ഷണം കൊടുക്കുന്നത്. ഉസ്താദും ചെറുപ്പക്കാരനായിക്കോട്ടെ, എനിക്കറിയാം അതൊക്കെ മുവഫ്ഫഖീങ്ങളാണ്. അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. സദർ ഉസ്താദും മറ്റു ഉസ്താദുമാർ പേര് എനിക്കറിയാത്തത് കൊണ്ടാണ്. എല്ലാ ഉസ്താദുമാരും ഇവിടെ ഉണ്ട്. എല്ലാവരും നിങ്ങൾക്ക് ദുആ ചെയ്യും. നിങ്ങൾ ഇങ്ങോട്ടും ദുആ ചെയ്യണമെന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അല്ലാഹു സ്വർഗത്തിൽ നമ്മൾ ഒരുമിപ്പിക്കുമാറാട്ടെ. ബഹുമാനപ്പെട്ട താജുശ്ശരിയ ശൈഖുനയുടെ കൂടെ, ശൈഖുന ബേക്കൽ ഉസ്താദിൻ്റെ കൂടെ, ബഹുമാനപ്പെട്ട നമ്മുടെ എല്ലാമായ മൽജ ആയ ദർസിൻ്റെയും എല്ലാത്തിൻ്റെയും മൽജ ആണ് കൂറത്തങ്ങൾ ഉപ്പാപ്പ ശൈഖുനയുടെ മദദ് അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. ഇവിടുന്ന് ദുആ ചെയ്യും, നിങ്ങളും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.